എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും തന്നെ അറിയാലോ. ഞാൻ ഒരുപാട് തവണ ഈ വേളാങ്കണ്ണി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായൊരു യാത്ര എനിക്ക് ആദ്യമാണ് പ്രാർത്ഥിച്ചു പോയ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിരുന്നത്. എനിക്കറിയില്ലാത്ത പല കാര്യങ്ങളുണ്ട്. ഞാനത് വെളിപ്പെടുത്താം. ഞാനതന്ന് റൂമിൽ ഇരുന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കുട്ടികളോട് പറയുകയും ചെയ്തു, ഇതൊന്നും എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് അറിയില്ലായിരുന്നു. പലതും എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ആ ഒരു യാത്രയോടുകൂടി ആ എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി. അത് ഞാൻ വഴിയെ പറയാം. ആദ്യമായിട്ട് എനിക്കിൻ്റെ അനുഭവം പറയാം. കാരണം ഈ വേളാങ്കണ്ണി യാത്രയിൽ ഈ മുട്ടുമ കഴിഞ്ഞുള്ള യാത്ര ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം മുതൽ അവസാനം വരെ പോകുന്നത് ഈ യാത്രയിലാണ്. അത് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. കാരണം 8ാമത്തെ സ്ഥലത്തെത്തി, ഞാനത് ഇന്നലെ പപ്പയോട് പറഞ്ഞു, 8ാമത്തെ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് നടക്കൂല, എന്നെ കൂടെ സാധിക്കില്ല, മുട്ടിലെറിഞ്ഞ് പോകാൻ പറ്റില്ല തോന്നി. 8ാമത്തെ സ്ഥലം വരെ ഞാൻ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ എണീക്കുന്നുണ്ടല്ലോ, അതുപോലെ എണീക്കാതെ മുട്ടുമേ നിന്ന് തന്നെയാണ് 8ാമത്തെ സ്ഥലം വരെ പോയത്. അപ്പോൾ 8ാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ ഞാനൊന്ന് എണീറ്റു. ഇനി എനിക്ക് സാധിക്കില്ല, ഞാൻ നടക്കാം, പുറയിലേക്ക് നിൽക്കാം എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം അമ്മയോട്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് അടുത്ത സ്ഥലത്ത് ചെല്ലാനുള്ളൊരു മുട്ടി തന്നെ പോകാനുള്ളൊരു ഒരു ഒരു ഇത് തരണേ, ഒരു പ്രചോദനം തന്നെ, അല്ലെങ്കിൽ അതൊരു കഴിവ് തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീണ്ടും 8ാമത്തെ സ്ഥലത്ത്, വീണ്ടും 9ാമത്തെ സ്ഥലത്തേക്ക് സ്റ്റാർട്ടായി. ഞാൻ ഏറ്റവും പുറയിലേക്ക് നിന്നു. നടക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്നാലും ഞാനെന്ന് വിചാരിച്ചു ഒന്നുകൂടി മുട്ടയെ കയറിയേക്കാം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ പറയട്ടെ, പിന്നീട് ഞാൻ അതിന് എണീറ്റിട്ടില്ല. ഞാൻ ലാസ്റ്റ് സ്ഥലം വരെ, പള്ളിയുടെ മുമ്പിൽ മുറ്റം വരെ ഞാനത് കയറിയിരുന്നു. ആ മുട്ടയിലഴിഞ്ഞ് അത് എൻ്റെ ഒരു വളരെ വലിയൊരു അനുഭവമാണ്. എനിക്ക് ഈ യാത്രയിൽ കിട്ടിയതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് എൻ്റെ നിയോഗം, പക്ഷെ എനിക്കത് ഉറപ്പില്ല. എങ്കിൽ പോലും ഞാൻ പറയാം. കാരണം ഈ യാത്ര തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്ക് സാധാരണ പെയിൻ വരാറുണ്ട് ഇത്രയും നേരം വണ്ടിയിൽ ഇരിക്കുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞിട്ട് 31 mm ഉണ്ട്, ഏകദേശം 3 സെൻറ്റിമീറ്ററോളം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കിഡ്നിയിൽ. അങ്ങനെ 3 സ്റ്റോൺ ഉണ്ട് എനിക്ക് 2 കിഡ്നിയിലായിട്ട്. സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നാളെ എന്തായാലും ഹോസ്പിറ്റൽ നാളെ ഞാൻ പോകും. ഇതിന് മുമ്പ് ഒരു 3 സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ നിമിഷം വരെ ഇപ്പോൾ എനിക്കൊരു വേദന എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും നേരമൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വേദന വരണ്ട. എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റോൺ പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഈ നിമിഷം വരെ വേദന ഉണ്ടായിട്ടില്ല, ഒരു വേദന വരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇതിനു മുമ്പ് ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ്. എനിക്ക് ഈ കൂട്ടായ്മയിൽ, നിങ്ങളുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയാണ്. അതിൽ ഞാൻ വളരെ സന്തോഷത്തോടെ പോകുന്നൊരാളാണ്. ചേട്ടൻ പറഞ്ഞ പോലെ കൊടുത്താലേ കിട്ടുള്ളൂ, അങ്ങനെ പോകുന്നൊരാളാണ്. നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയ ഒരാളാണ്. അതിന് ഉത്തമ ഒരു ഉദാഹരണമാണ് ഞാൻ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ കരകയറി വരുന്നതാണ്. ആർക്ക് ഊഹിക്കുന്നതിന് അപ്പുറമാണ്. അതുപോലെ പോകുന്നതാണ്. പിന്നെ എൻ്റെ വൈഫ് എനിക്ക് കിട്ടിയൊരു വലിയൊരു ഇതാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് 8 വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. എന്നേക്കാളും അടിപൊളിയാണത്. അതാണ് ഏറ്റവും വലുത്. ഞാൻ എന്ത് ചിന്തിക്കുന്നോ അതിനപ്പുറമാണ് ആള്. കാരണം എന്താ പറയുക, എന്നെ ഈ മേഡ് ഫോർ ഈച്ച് എന്ന് പറയില്ലേ, സോ അതാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് കിട്ടിയൊരു വലിയൊരു ദാനമാണ് കേട്ടോ. ദൈവത്തിൽ നിന്നൊരു ദാനമാണ് എൻ്റെ വൈഫ്. അത്ര സപ്പോർട്ടാണ് ആൾ. എന്തിനും ഏതിനും എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെയാണോ, അത് മതി ചേട്ടാ, അങ്ങനെ വേണ്ട, എന്തിനും പുള്ളിക്കാരത്തി മുമ്പന്തി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വളരുന്നു. പിന്നെ എന്താ പറയുക, ഭക്ഷണം അത് ഞാൻ ചേട്ടനോട് പ്രത്യേകം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് മീൻകറി. എടുത്തു പറയേണ്ട ഒരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മീൻകറി കഴിക്കുന്നത്. അതുപോലെ അച്ചാറ്
അല്ല മറ്റൊന്ന് മോശമാണെന്നല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണായിരുന്നു ഈ രണ്ടെണ്ണം. സോ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയൊരു യാത്രയുണ്ടെങ്കിൽ എന്നെക്കൂടെ, ഞാനിപ്പോൾ മാർച്ച് 7-ാം തീയതി പോകാൻ നിൽക്കുന്ന ഒരാളാണ് തിരിച്ച്. മേ ബി ഞാൻ ചിലപ്പോൾ ഒരാഴ്ചകളെ അല്ലെങ്കിൽ 2 ആഴ്ചകളെ ലീവ് നീട്ടും. ഇനിയൊരു യാത്ര ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും. അതുപോലെ തന്നെ പപ്പ പറഞ്ഞു ഈ 31-ാം തീയതിയിലേക്ക് വേണ്ടിയിട്ട് ഈ യാത്ര ഇങ്ങനെ നീണ്ടു പോയില്ല. അത് ചിലപ്പോൾ എനിക്ക് ഈ യാത്രയിൽ വരാനുള്ളൊരു നിമിത്തമായിരുന്നു. കാരണം ഞാൻ 16-ാം തീയതി എത്തുന്നത്. നിങ്ങൾ 17-ാം തീയതി പോയിരുന്നെങ്കിൽ എനിക്ക് യാത്രയിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. അത് നിമിത്തമാണ്, അത് ഉറപ്പാണ് എനിക്ക്. കാരണം എനിക്ക് യാത്രയിൽ പങ്കെടുക്കാനുള്ള കിട്ടിയ ഒരു അവസരമാണത്. 2 പ്രാവശ്യം ഞങ്ങളെ വിളിച്ചാണ്, പക്ഷെ ഞാൻ ഉണ്ടായില്ല, അവിടെ വരാൻ പറ്റിയില്ല. പക്ഷെ ഇത് 2-3 പ്രാവശ്യം, അത് ജോസനായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ ഞാൻ രാത്രി ഇരുന്ന് പറഞ്ഞു ഡിസംബറിൽ പ്ലാൻ ചെയ്തു, അത് ജനുവരി ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ 17-ാം തീയതി ലാസ്റ്റ് പ്ലാൻ ചെയ്തു. അതിലൊന്നും പോകാൻ പറ്റിയില്ല. പല തടസ്സങ്ങളൊന്നും അത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് ഉറപ്പുള്ള കാര്യം. പ്രൈസ് ലോർഡ്. വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവരും പ്രത്യേകം വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം റെസ്പോണ്ട് ചെയ്ത് എൻ്റെ വിശ്വാസം മാറി എന്നാണ്. ഞാൻ നാളെ എന്തായാലും നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഞാൻ വീണ്ടും CT എടുക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഈ കൂട്ടായ്മയിൽ എനിക്ക് വരണമെന്നാണ്. അതെ, വീണ്ടും തീർച്ചയായിട്ടും ഞാനൊരു സാക്ഷിയായിട്ട് ഈ കൂട്ടായ്മയിൽ അടുത്ത ട്രിപ്പിന് പോകാൻ അടുത്ത മാസം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന് കൂടിയിരിക്കും. അത് ഉറപ്പുള്ള കേസാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നിനക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അത് ഞാൻ മുട്ടമേൽ ഇന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഒരു ടൂർ പോകാനുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്ന പോലെയാണ് നമ്മൾ വേളാങ്കണ്ണിയിൽ വരുന്നത്. വരുന്നു, ആ സ്ഥലം കാണുന്നു, പിന്നെ കടൽ കാണാൻ പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അടുത്ത സ്ഥലത്ത് പോകുന്നു. അല്ലാണ്ട് പ്രാർത്ഥന കാര്യങ്ങളില്ല. പള്ളി കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പോരുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് പ്രാർത്ഥനയുടേതായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ പോയി തിരിച്ചു വരുന്നത്. അതൊരു ചേഞ്ചാണ്. പിന്നെ ഞങ്ങൾക്ക് നിയോഗം ഉണ്ടായിരുന്നു. ദൈവം അതിനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് രീതിക്ക് മുന്നോട്ട് പോകും. സാക്ഷ്യം പറയാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു യാത്രയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ലിജോട് പറഞ്ഞ പോലെ തന്നെ എനിക്കും 16-ാം തീയതി ആയിരുന്നു ലീവ് കിട്ടിയത്. ഇപ്പോൾ വേളാങ്കണ്ണിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ജോസിട്ട് വേളാങ്കണ്ണിക്ക് പോകണമെന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ പേര് കൊടുത്തായിരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ തന്നെ വരാൻ പറ്റിയൊരു സന്തോഷം. ഇനിയാണെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ തന്നെ വരുമ്പോൾ എനിക്കറിയാം. ഇതിനകത്ത് പിള്ളേരെ ഇനി വരുമ്പോൾ ഒറ്റയായിട്ട് വരുമോ ഇരട്ടയായിട്ട് വരുമോ? എല്ലാ തവണത്തെയും പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി, മുട്ടിലഴയാനൊക്കെ പറ്റി. എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഭക്ഷണവും എല്ലാം നല്ലായിരുന്നു. നല്ലൊരു അനുഭവം. ഇത് ഈ യാത്ര തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം 2 സീറ്റായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. എനിക്കും പപ്പയ്ക്കും വരാനായിട്ട്. ഞാൻ തുടക്കത്തിലേ വേണ്ടാന്ന് പറഞ്ഞ് ആ ടൈം തന്നെ പറഞ്ഞു ഞാൻ ഇല്ല ഇങ്ങനെ യാത്രയ്ക്ക് ഞാനില്ല. എനിക്കെല്ലാവരും ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞായിരുന്നു, ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നേ വരെ പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞെങ്കിലും 6 മാസം ഞാൻ എക്സാം എഴുതി പാസ്സായിട്ട് എൻ്റെ പ്രോസസ്സിങ് അങ്ങ് മൂവ് ആയില്ല. സോ ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ഞാൻ ഭയങ്കര എനിക്ക് മൊത്തത്തിലും മടുത്ത് ആ ആഗ്രഹമേ ഞാൻ വിട്ട പോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല. അങ്ങനത്തെ ഒരാൾ. അപ്പോൾ ഞാൻ ഈ യാത്ര പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വരാൻ താല്പര്യമില്ല, ഞാൻ എന്തായാലും പുറത്തേക്കില്ല, വേറെ ആളെ ഫേസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇന്നത് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര മാറ്റം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ തന്നെയായിരുന്നു. ഞാൻ ഇപ്പോൾ പ്രോസസ്സിങ്ങിന് വെച്ച് എൻ്റെ ഞാൻ 2ാമത്തെ ആൾക്ക് മാറ്റി കൊടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. 2ാമതും വന്നു. അവരും പറഞ്ഞു ഈ പ്രാവശ്യം നടക്കില്ല, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നോക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മടുത്ത് ഞാൻ ആ ആഗ്രഹമേ വിട്ട് ഞാൻ ഇനിയിപ്പം ജർമ്മനി ഇല്ല, ഞാൻ വേണമെങ്കിൽ പുറത്തേക്ക് വേറെ എവിടെയെങ്കിലും എഴുതി ഞാൻ വേണമെങ്കിൽ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഞാൻ മുറി തന്നെ ഒരു 3-4 ദിവസം ഞാൻ മുറി തന്നെ ആയിരുന്നു. ഞാൻ പുറത്തേക്കേ ഇറങ്ങിയില്ല. അപ്പോൾ എനിക്ക് അത്രയും മടുപ്പായിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറി ഇപ്പം എല്ലാവരുടെ മുമ്പിൽ ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ ഇത് പറയുന്നുണ്ട് എനിക്കുണ്ടായ അനുഭവം. അപ്പോൾ എനിക്കിത് ഈ യാത്ര വന്നതിൽ ഒരിക്കലും അതൊരു നഷ്ടമായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ എനിക്കൊരു പോരായ്മയായിട്ടോ അതൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എങ്ങനെ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ഇത്രയും ടൈം ഞാൻ ദൈവത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്.
ഇപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുത്തതാണ്. ഞാൻ ഇവിടെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും ഇവിടെ ജോയിച്ചേട്ടൻ ക്ലാസ് എടുക്കും. രണ്ടുപേരുടെ അടുത്തും ജോയിച്ചേട്ടൻ തന്നെയാണ്. അപ്പം കൃപ ജോയിച്ചേട്ടൻ, ഞങ്ങൾ കൃപ ജോയിച്ചേട്ടനെ വിളിക്കാറ്. അപ്പോൾ ജോയിച്ചേട്ടൻ ക്ലാസ് എടുത്ത് ഓരോ സമയത്ത് അത് എന്നെ വെച്ച് ക്ലാസ് ചെയ്താലാണ് എനിക്ക് എപ്പോഴും വീട്ടിൽ ചോദിച്ചേക്കോ. ഞാൻ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ആളാണ് ഞാൻ. 5ാമത്തെ ദിവസത്തിനോ അല്ലെങ്കിൽ 6ാം, ഇത് കഴിഞ്ഞോ ഇനി ബൈബിൾ വായന ടൈമിൽ ഞാൻ വരുന്ന ആളാണ് ഞാൻ. വീട്ടിലുണ്ടെങ്കിൽ കൂടെ ഞാൻ വരാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളാണ്. അപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നെ കണക്ട് ചെയ്തു. ഞാനും ജോയിച്ചേട്ടൻ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുമായിരുന്നു ഈ പറഞ്ഞ ടൈമിലൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഞാൻ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. മാതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടയിൽ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനാണ്. ഞാനത് ഒരു ടൈമിൽ വണ്ടിയിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു ഇത് പറ്റി. അപ്പം എനിക്ക് അന്ന് ഒരു ഈ നടുവിന് വേദന ഉണ്ടായിരുന്നു, പുറത്തിന് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് മുട്ടയിലാണ്. ഞാൻ എന്തായാലും തീരുമാനം എടുത്ത് വന്നു, ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യണം. 7 സ്ഥലം വരെ ഞാൻ മുട്ട തന്നെ പോയി, എണീക്കാണ്ട് അങ്ങനെ തന്നെ പോയി. പിന്നെ അങ്ങോട്ട് എനിക്ക് സമ്മതിച്ചില്ല, എന്നെ നടു സമ്മതിച്ചില്ല, മുട്ട സമ്മതിച്ചില്ല, 2 സമ്മതിച്ചു. എന്നാലും എന്താണെങ്കിലും എഴഞ്ഞാണെങ്കിലും ഞാൻ അവിടെ വരെ എത്തിയാൽ വാതിൽപ്പടി വരെ ഞാൻ എത്തി, അവിടം വരെ ഞാൻ ചെന്ന് കയറി. അപ്പോൾ ഇനി എനിക്ക് സാക്ഷ്യം പറയണം. അതിന് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊതുവായിട്ടുള്ള ആഗ്രഹങ്ങൾ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് ഇതിലൂടെ സാക്ഷ്യം പറയണം, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ മാറ്റം. അപ്പോൾ എനിക്കിനി അതേപോലെ മാറണം. എനിക്ക് സ്പിരിച്വലായിട്ടാണല്ലോ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഞാൻ മാതാവിൻ്റെ ഒപ്പമാണെങ്കിലും കർത്താവിൻ്റെ ഒപ്പമാണെങ്കിലും എൻ്റെ ഈശോടൊപ്പം എനിക്ക് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ വേണം എന്ന് ഞാൻ തോന്നുന്നു. അതാണ് മാറ്റം, എനിക്ക് കിട്ടിയ മാറ്റം. അയ്യോ, അത് അടിപൊളിയാണ്. നന്നായിട്ട് കഴിച്ചു. ഞാൻ വിളമ്പാനൊക്കെ സഹായിച്ചു. ഞാൻ നന്നായിട്ട് തന്നെ കഴിച്ചു. എല്ലാ ആഹാരം നന്നായിട്ട് തന്നെ കഴിച്ചു. ഒന്നും കഴിച്ചില്ല കേട്ടോ. അതത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, കേക്കാവോ? മൈക്ക് എനിക്ക് കാലിന് വേദനയാണ്, എനിക്ക് സന്ധിവാതമാണ്, അമ്മ എന്ന് പറയും. അപ്പം എനിക്ക് ശരീരം മുഴുവൻ എപ്പോഴും വേദനയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ യാത്രയിൽ വന്നില്ലാന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് കുറച്ച് സമയം കാല് തൂക്കിയിട്ട് ഇരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കാലിൻ്റെ നീരൊരു വേദനയാണ്. അപ്പോൾ ഞാൻ ഈ യാത്രയിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി റൂമിലെത്തിയപ്പോൾ പിള്ളേരുടെ കാലിന് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കാല്. നീര് വെച്ചിട്ട് വേദനയും നീരുമായിരുന്നു. പിന്നെ മുട്ടയിൽ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. പക്ഷേ എന്തായാലും മാതാവ് എന്നെ ഇവിടുന്ന് അവിടം വരെ മുട്ടയെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ ആദ്യത്തെ യാത്രയിൽ ഞാൻ വന്ന് തിരിച്ചു പോയപ്പോൾ എൻ്റെ കാല് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ടാണ് ഞാൻ കരഞ്ഞാണ് വീട്ടിലെത്തിയത്. പക്ഷേ ഇതുവരെ എൻ്റെ കാലിൽ ഒരു വേദന വിഷമമൊന്നും എനിക്കില്ല. എൻ്റെ മുട്ടൊന്ന് പൊട്ടിയിട്ട് പോലുമില്ല, അത്രയും പോയെങ്കിലും അതിലെനിക്ക് പക്ഷേ അമ്മോട് ഒത്തിരി നന്ദി. പിന്നെ ആഹാരമൊക്കെ നല്ലതായിരുന്നു, എല്ലാം നന്നായി കഴിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ടൂറ് പോണ ലാഘവത്തിലാണ് ഞാൻ വന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. ഞാനില്ലെങ്കിൽ എൻ്റെ സ്ഥാപനം നടക്കുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. 15 പണിക്കാരുണ്ട്, ഞാനൊരു ചെന്നിട്ട് ഇവിടെ നടക്കില്ല, എനിക്ക് ലീവ് എടുക്കാൻ പാടില്ല. 21 വർഷമായിട്ട് ഒരു കാര്യത്തിൽ ലീവ് എടുക്കാത്ത ആളാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ലീവ് ചോദിച്ചു, ലീവ് തന്നു. എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കൂടുതലുണ്ട്. പക്ഷേ എനിക്ക് അവിടുന്ന് ഒരു വിളിയും വന്നില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. ദൈവത്തിനാൽ എല്ലാം നടന്നു, ഒരു പ്രശ്നമല്ല. അതിനേക്കാളും ഉപരി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. ഇതറിഞ്ഞ ഒരു 5 മിനിറ്റ് ചേച്ചി പറഞ്ഞു. ഒരു ഹിന്ദു ചേച്ചി, ഫസ്റ്റ് നെയിം കാർത്തികേയൻ എന്ന് പറയുന്നു, സെക്കൻഡ് നെയിം പറഞ്ഞു, ഞാനത് മറന്നുപോയി. പക്ഷേ വേറൊരു കാര്യം ചേച്ചി പറഞ്ഞു, ക്രിസ്ത്യാനികളെ കന്യകളുടെ ആളാണ്.
സത്യല്ലേ? തവളകള് സത്യം. നമ്മൾ എവിടെ കിടക്കണു? ഞായറാഴ്ച രാവിലെ ഇരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പള്ളി കഴിച്ച് വരുന്നു. ആരോ പറഞ്ഞു ക്രിസ്ത്യാനി എങ്ങനെ പോകണം? അവരപ്പം തന്നെ മതിഷാപ്പിലേക്ക് എന്ന് പറഞ്ഞ ഓർക്കണ്ടോ? ഞാൻ ആദ്യം പോണത് ഇറച്ചി മേടിക്കാൻ. അവിടെ തീർന്നു. ഇതെല്ലാം നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞതാ. ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകൾ ഓരോ സെഷനിലും ഓരോ പ്രയറിലും പറഞ്ഞതെല്ലാം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചാണ്. പിന്നെ എൻ്റെ മോനിച്ചൂക്ക് പറഞ്ഞില്ലായിരുന്നോ? ആ പറഞ്ഞതൊക്കെ വളരെ സത്യമാണ്. അവന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ശരിക്കും അതിനേക്കാൾക്കൊരു വേദന ഉണ്ടായിരുന്നത് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കില്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. കുമ്പസാരി എന്ന് പല പ്രാവശ്യം പറഞ്ഞ് വിളിച്ചാലും ഞാൻ വൈകിട്ട് കൊതകമ്പള്ളി പൊക്കോളാം, 4 കുർബാനയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ ആൾക്ക് ഇത്രയും മാറ്റം ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അവൻ്റെ ഉള്ളിൽ നടന്നു, ഞങ്ങളുടെ ഉള്ളിൽ വന്നു, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. സ്തുതിയായിരിക്കട്ടെ. ഞാനിതുപോലെ തന്നെ ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നാണ് ഇവരോടൊപ്പം. എനിക്കും ആദ്യം പോകണമെന്നുണ്ടായില്ല. പിന്നെ ഇങ്ങനെ എല്ലാവരും പോരുകയാണ്, ഞാനും പോരുകയാണെന്ന് പറഞ്ഞു. ആദ്യം വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ഫോണിലൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ അടി വെറുതെ, എന്തായാലും നമ്മൾ വന്നില്ലേ. അപ്പം ഞാനും വിചാരിച്ചു ശരിയാ, കുറച്ച് നേരമെങ്കിലും മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് അത്യാവശ്യം കുറേ നേരം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കുറേ ചോദിച്ചോട് സംസാരിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കൂടി പ്രാർത്ഥിച്ചു. എനിക്ക് എക്സാമുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മിസ് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടു, എന്തായാലും ഈ ആഴ്ച എക്സാം ഉണ്ടാവും. അപ്പം എനിക്ക് ആകെ പേടിയായി, ദൈവം ഇപ്പം തന്നെ പോകേണ്ടി വരുമെന്ന്. മാതാവ് സഹായിച്ചുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നില്ല. ഇനി ഈ ബുധനാഴ്ചയാണ് എക്സാം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ വന്നു, എനിക്ക് സുഖമായിട്ട് തിരിച്ചു പോകാൻ പറ്റി. അതുപോലെ മുട്ടയിൽ എഴുതാൻ നേരത്ത് ഒരു 3 പേര് കുരിശ് പിടിക്കണമെന്ന് പറഞ്ഞു. അതിലൊരാളെ എന്നെ അവൻ ചോദിച്ചാൽ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് മുട്ടയിൽ എഴുതണമെന്നുണ്ടായി, അവിടെ വരെ എത്തുമെന്നൊന്നും വലിയ പിടിയൊന്നും ഉണ്ടായില്ല, ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഞാൻ ആദ്യത്തെ ഒരു 4 സ്ഥലം മുട്ടയിൽ കറക്റ്റായിട്ട് പോയി. പക്ഷേ 4ാം സ്ഥലം മുതലാണ് എനിക്ക് കുരിശ് പിടിക്കാൻ തന്നെ. അന്നേരം മുതൽ പിന്നെ അങ്ങോട്ടും എനിക്ക് നീങ്ങാനേ പറ്റുള്ള. ഞാൻ 5ാം സ്ഥലം വരെ എത്തി. ഞാൻ എനിക്ക് നിന്ന് എൻ്റെ കണ്ണീരൊക്കെ വെള്ളം വന്നു. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അതെൻ്റെ അപ്പം കണ്ടായിരുന്നു. അപ്പം അപ്പൻ ചെല്ലിയോടെ വന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് മേടിച്ച് പിടിക്കുക, അവളെ കൊണ്ട് പച്ചതാന്ന് പറഞ്ഞു. അപ്പം ചെല്ലി എന്നോട് പറഞ്ഞു എടി പറ്റും, മാതാവ് നടത്തും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് മാതാവ് എന്നെ നടത്തി. ഞാൻ 8ാം സ്ഥലം വരെ കുരിശ് പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാതാവ് എന്നെ ആ പള്ളി വരെ ജയിച്ചു. അതിലെനിക്ക് ഏറ്റവും നന്ദി മാതാവിനോടുണ്ട്. ഒട്ടും നടക്കൂലെന്ന് വിചാരിച്ചാൽ കുട്ടൊക്കെ പൊട്ടി എന്നാലും കുഴപ്പമില്ല, എൻ്റെ കഷ്ടപ്പാടിനും അതിനുള്ളത് മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എനിക്കിനി പബ്ലിക് എക്സാം വരികയാണ്. അതിനൊക്കെ നല്ലൊരു വിജയം മാതാവ് തരും. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങൾ മാതാവ് നടത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നല്ല സന്തോഷവാനാണ്. എൻ്റെ കുഞ്ഞുമകൾക്ക് ആശ്വാസം കിട്ടിയിട്ടുള്ള വാക്കുകൾ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ 2014 ഈ കൂട്ടായ്മയിൽ വന്ന ആളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ട് പിൻവലിച്ചിരുന്നു. സ്ലിപ്പായി പോയതാ. വേറൊന്നുമല്ല, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഈ നമ്മുടെ ജോയി ബ്രദർ എനിക്ക് എല്ലാം നേടിത്തന്ന ആളാണ്. പക്ഷേ അത് ഞാൻ പ്രയോഗിക്കേണ്ട എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ മാറിയ കാരണം എനിക്ക് സംഭവിച്ചതാണ് സമാധാനം കിട്ടാണ്ടായത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ഭാര്യയായിട്ട് 3 പ്രാവശ്യം ഈ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും എനിക്ക് സന്തോഷിക്കാനോ ഒരു ഇച്ചിരി തൂകാനോ എനിക്ക് പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇതേ സ്റ്റേജിൽ തന്നെയാണ് അന്നും വന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞുമോൾക്ക് ആശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എൻ്റെ ഭാര്യ മരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി എനിക്ക് പറഞ്ഞു തന്ന ആളാണ് ജോയി ബ്രദർ.
വന്ന് അന്നേ ദിവസം ഓരോ മണിക്കൂറിൽ എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഉപദേശിച്ച് ഭാര്യയുടെ തലയെടുത്ത് കയ്യിൽ വയ്ക്ക് സമയമായിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പ്രിയതമ നമ്മളോട് യാത്ര പറഞ്ഞു. പക്ഷേ ജോയ് ബ്രദർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ കാര്യങ്ങളെല്ലാം ഈ കൂട്ടായ്മയിൽ വന്ന് ഈ യാത്രയിൽ പറയണമെന്നും ഇതിൽ കിട്ടിയ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളോടും പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ശകലം അതിമോഹം മനസ്സിൽ കണ്ടു. അതിന് സംഭവിച്ചതാണ്. അതിന് മാതാവിൻ്റെ അടുത്തും സർവശക്തനായ ഈശോയുടെ അടുത്തും ഞാൻ മാപ്പ് പറയുന്നു. ഈ എൻ്റെ ജീവനുള്ളിടത്തോളം ഈ കൂട്ടായ്മയിൽ സഹകരിച്ച് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനല്ല. കൂടുതലൊന്നും പറയാനില്ല. ഭക്ഷണം അല്ലാത്തൊരു ഭാഗമായ ആളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ വർണ്ണിക്കുന്നത് ശരിയല്ല. ഭക്ഷണം എനിക്ക് അല്ലെങ്കിലും ഇറച്ചി മീനൊന്നുമല്ല എനിക്കിഷ്ടം. പച്ചക്കറിയാണ് ഞാൻ അധികം ഉപയോഗിക്കുന്നത്. അത് നേരത്തെ മുതൽ വീട്ടിൽ ഒരാൾക്ക് ഇറച്ചി മീനും വേണം. എനിക്ക് സാമ്പാറും അവിയലും അച്ചാറും ഒക്കെ മതി. ഇതിൽ ഞങ്ങൾ ചെറിയ അടിയിട്ടാക്കി. സാമ്പാർ വയ്ക്കുമ്പോൾ പറയും, നീ ഇന്നത് ചേർത്തിട്ടില്ല, ഇന്നത് ചെയ്യുക. എന്നാൽ നിങ്ങളിങ്ങോട്ട് വന്ന് താങ്കൾ ചെയ്യുക. നിങ്ങളവിടെ നോക്കിയിരിക്കണം എന്തിനാണെന്ന് ചോദിക്കും. നിന്നെ പിന്നെ ഞാൻ എന്തിനാണ് കൊണ്ടുവന്ന് എന്ന് ഞാൻ ചോദിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തുണ്ടാക്കിയാലും അത് ഞാൻ കുറ്റം കണ്ടുപിടിക്കും. പക്ഷേ ചുണ്ടി പിടിപ്പിക്കുന്നില്ലെന്ന് വെച്ചാൽ ഒന്നും പറയാറില്ല. പറഞ്ഞു കൊടുത്താലും കുറ്റമായിട്ടേ കാണുള്ളൂ. അതിൽ നല്ല മിണ്ടാണ്ടിരിക്കല്ലേ. എനിക്ക് പിന്നെ ഒരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, മകനെ, നീ എന്തിനാണ് കിടന്ന് ആവലാതിപ്പെടുന്നത്? നീ നിന്റെ ജോയ് ബ്രദറിൻ്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് ചെല്ല്. അങ്ങേര് നിനക്ക് എന്നുള്ള വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടി ഞാൻ ആദ്യമേ വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഈ സൗണ്ട് കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആരാണെന്ന് പറഞ്ഞിട്ട് ആ ചന്ദ്രചേട്ടനല്ലേന്ന് ചോദിച്ചു. അതിൽ ഞാൻ നല്ല തൃപ്തനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ ബ്രദറിനെ കാണണം, എൻ്റെ തെറ്റുകൾ പറയണമെന്ന്. ഞാൻ വീട്ടിൽ വന്നു, കണ്ടു, സമാധാനമായിട്ട് തിരിച്ചു പോയി. അങ്ങോട്ട് പോയിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നല്ല സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തെ തവണയാണ് വേളാങ്കണ്ണി വരുന്നത്. ഫസ്റ്റ് ടൈം പോയപ്പോൾ എനിക്ക് ഇത്ര ആത്മീയതയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇപ്പോൾ വന്നിരിക്കുമായിരുന്നു പ്രാർത്ഥനയിലൊക്കെ. കാരണം ഇപ്പം ഞാൻ കാക്കനാട് സൺറൈസിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായിരുന്നു. അപ്പം കൊടുത്ത ഹോസ്പിറ്റൽസിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, വിളിക്കാമെന്ന് പറയും, പിന്നെ അവർ പ്രശംസനെ കയറ്റും. അങ്ങനെ എനിക്ക് നിരാശയായി പോയായിരുന്നു. നാട്ടിലും കിട്ടുന്നില്ല. പിന്നെ പള്ളിയിലൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം ഞാൻ അത് കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പഠിച്ച ഇത്ര നാളായിട്ടും പുറത്ത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു പരാജയമായിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഒരു അറ്റ് എ ടൈം ഒരു 10 പേര് ഒരുമിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ പോലെയൊക്കെ അങ്ങനെ, അയ്യോ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഞാൻ അങ്കിളിനോടൊക്കെ ഒരുപാട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ എന്തൊക്കെയോ തടസ്സമാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ തടസ്സമാണെന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അങ്കിളാണെങ്കിൽ വേളാങ്കണ്ണി ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത്
17-ാം തീയതി ഫസ്റ്റ് ടൈം എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പം ഞാനോർത്തു ഓക്കെ ഇങ്ങനെ പോകാൻ പറ്റില്ല, എത്തിച്ചിട്ടില്ലായിരിക്കും, വേണ്ട ഇങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പം കുറച്ച് സമയത്ത് അച്ഛൻ പറഞ്ഞത് മാറി, ഇങ്ങനെ ഡേറ്റ് മാറ്റി. ഞാനാണെങ്കിൽ ഒരു ഡിസിഷൻ എന്താണ് ഇനി, ജർമ്മനാണോ സൗദി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങോട്ട് തിരിയണം എന്ന് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എന്തായാലും മാതാവിന് കൈവടിയില്ല, എവിടെയെങ്കിലുമൊക്കെ എത്തുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അച്ഛൻ പറഞ്ഞതാണെങ്കിലും ചില ഡിലേസ് ഒക്കെ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അന്നയുടെ കാത്തിരിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അത് എനിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. കാരണം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ കൂടെ പോകുന്നത്. കാരണം ഡേയ്സേച്ചിക്ക് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡേയ്സേച്ചി എന്നെ ആ ശനിയാഴ്ചയാണ് പറയുന്നത് ഇങ്ങനെ 31-ാം തീയതി ഇങ്ങനെ പോകണ്ട, നീ പോകുന്നുള്ളൂ എന്ന് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ ചേച്ചി എന്ന് പറഞ്ഞു, പോകാമെന്ന് പറഞ്ഞു. അപ്പം നീ പൊക്കോളോ, അപ്പോൾ ഒന്ന് എന്നോട് പരസ്പരം ചേച്ചിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ പണിയെടുത്തിട്ട് പൈസ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ പൈസ ഒന്നും മുടക്കണ്ട, നീ പരസ്പരം ചേച്ചി അടുത്ത് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ അത് പറയണം എന്നൊക്കെ ഡേസി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഡേസി ചേച്ചിയോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഡേസി ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ നീ അറിഞ്ഞുകൊള്ളൂ എന്ന് ഡേസി ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയാം. ഡേസി ചേച്ചിക്ക് 1-ാം തീയതി ചീട്ട് കിട്ടിയത് കൊണ്ടാണ് ഡേസി ചേച്ചി വരാണ്ടിരുന്നത്. LFൻ്റെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഡേസി ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു എനിക്ക് LFൻ്റെ ഡോക്ടറെ കാണുന്ന ഡേറ്റ് എനിക്ക് 1-ാം തീയതിയാണ്, ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് അന്നാണ് ഡോക്ടറെ കാണാൻ കിട്ടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പകരം നീ പൊക്കോളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡേസി ചേച്ചി പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ ഡേസി ചേച്ചി നല്ല കാര്യം നീ പൊക്കോടി, നീ ആദ്യമായിട്ടല്ലേ പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേളാങ്കണ്ണിക്ക് ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് കാലിൻ്റെ മുട്ടൊക്കെ വേദനയായിരുന്നു, മുട്ട് എനിക്ക് കാലിനൊക്കെ നീരായിരുന്നു. അവിടെ മുട്ടുകുത്തി 2-ാം സ്ഥലം വരെ മുട്ടുകുത്തിയിട്ട് എനിക്ക് മുട്ടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നടന്നാണ് പോയത്. അത് കഴിഞ്ഞ് 5-ാം സ്ഥലം എത്തിയപ്പോഴത്തേനും മുട്ടുവേദനയൊക്കെ കുറഞ്ഞു, വേദനയൊക്കെ മാറി, കാലിനൊക്കെ നീരൊക്കെ കുറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നമ്മൾ ചായ കുടിക്കേണ്ട സമയമായിപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇല്ല, വേളാങ്കണ്ണി പോയിട്ട് വരുന്നുള്ളൂ, വന്നിട്ട് ഞാൻ വിളിക്കാം എന്നത് പറയാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു അന്ന് ഞാൻ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, അന്നേരം പറയാമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ് ഫോൺ ഓഫായി. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭക്ഷണം നല്ലതായിരുന്നു. ഞാൻ ജോബിനാണ് പൂനെയിൽ നിന്ന് വരുന്നത്. ചന്ദ്രജാൻ്റെ അയൽവാസിയും കൂടെയാണ് ഞാൻ ഓൾറെഡി. ഞാനൊരു കഴിഞ്ഞ ഒരു മെയ് മാസം തൊട്ട് ഇങ്ങനെ വേളാങ്കണ്ണിക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുന്നു. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞവനെ ഞാനിത് പറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ട്രെയിനിന് പോവാം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അവിടുന്ന് ജോലി ചങ്ങനാശ്ശേരിയിലായതുകൊണ്ട് അവിടുന്ന് ട്രെയിനിന് പോകുന്ന ഇവിടെ ഇറങ്ങാം എന്നുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അവൾക്ക് ലീവ് ഒക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളിങ്ങനെ മാറ്റി വെച്ച് കൊണ്ടുനടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ചന്ദ്രൻ ഓൾറെഡി കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച നമുക്ക് ഇന്നലെ വരെ ഇത് പോകണം എന്നിങ്ങനെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആ പോണ വഴിക്കാണ് ചന്ദ്രൻ എന്നോട് വേളാങ്കണ്ണിക്ക് പോണ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഇത് പോകാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ വരാം എന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി സാധാരണ എല്ലാം ഒരു പ്രാർത്ഥന രീതിയിൽ ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അല്ലാതെ ഞാൻ ഈ ഒരു നല്ലൊരു ഈ കൂട്ടായ്മയുടെ ഒരു നല്ല രീതിയിൽ പോകുന്ന ആ ഒരു രീതിയിലൊക്കെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട്, അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സത്യത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് കുറവ് സംഭവിച്ചിരുന്നു. അതിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇച്ചിരൂടെ ഒരു നല്ലൊരു മാനസികമായിട്ട് ഞാൻ മുമ്പോട്ട് വരികയും അത് ആ രീതിയിലേക്കും വരുകയും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, കുറച്ച് കടബാധ്യതകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ഡിപ്രഷൻസ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വന്നിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധികളായി വന്ന് നിൽക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് ഞാൻ നല്ല പിരിമുറുക്കത്തിലാണ്. ഞാൻ വരുന്ന ദിവസമാണെങ്കിലും
എനിക്ക് മുമ്പോട്ടൊരു കാര്യങ്ങൾ പറയാനോ അങ്ങനെയെങ്കിലുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വിടുതൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇവിടുന്ന് വന്നു. അപ്പം എന്താണെങ്കിലും ഇവിടുന്ന് അവിടെ വേളാങ്കണ്ണി വന്നു. നമ്മുടെ മുട്ടയിൽ കഴിഞ്ഞപ്പോൾ മൂന്നാം സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതായത് സാധാരണഗതിയിൽ നന്നായിട്ട് വേർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറമ്പിലാണെങ്കിൽ നമുക്ക് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് വേർക്കുമ്പോൾ എനിക്ക് മസിൽ വലിച്ചു പിടിക്കുന്ന ഒരു പ്രവണത ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ മൂന്നാം സ്ഥലം എത്തിയപ്പോൾ എനിക്ക് പതുക്കെ കാല് മസിൽ വലിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഓൾറെഡി ഇത് 14 സ്ഥലം വരെ ഞാൻ പോകും, എൻ്റെ അമ്മയും എന്നെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പോകും എന്നെനിക്കൊരു വിശ്വാസം മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓൾറെഡി ഇന്നലെ ഓരോ സ്ഥലത്ത് എഴുന്നേൽക്കുമ്പോഴും എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അവിടെ വരെ എനിക്ക് എന്നെ എത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് ദൈവം എന്നെ കൊണ്ട് എത്തിച്ചു ആ ഒരു സാഹചര്യത്തിൽ. അവസാന സ്ഥലത്ത് മാത്രമാണ് അവസാനം കഴിഞ്ഞ പള്ളിയിലേക്ക് കഴിഞ്ഞ സമയത്ത് മാത്രമാണ് ശരിക്കും എന്നെ മസിൽ പിടിച്ച് എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായുള്ളൂ. ആ അവസാന നിമിഷം മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും ദൈവം എന്നെ ഒരുപാട് സഹായിച്ചു. മാനസികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി. ബാക്കിയെല്ലാം ദൈവത്തിന് കയറി ഞാൻ അർപ്പിക്കുകയാണ്. ഇന്നലെ അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓൾറെഡി. ഇനി കൂട്ടായ്മയിൽ ഇനിയും അവസരങ്ങൾ വരുമ്പോൾ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ പോരുന്ന വഴിക്ക് ചോദിച്ച നിയോഗങ്ങളൊന്നുമില്ല. എനിക്ക് നിയോഗങ്ങൾ പലതുമുണ്ട്, പക്ഷെ ഞാൻ പറയാത്തതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേരിച്ചേച്ചി അല്ലേ, മേരിച്ചേച്ചി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഞാനും ജോസഫിനും കൂടെ വേളാങ്കണ്ണിക്ക് യാത്ര പോകുന്നത്. അന്ന് വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ നമ്മൾ കൊരട്ടി പള്ളിയിലിറങ്ങി ചായ കുടിച്ച് അന്ന് അവിടെ നിന്ന് എനിക്കൊരു രൂപം കിട്ടി, ഒരു ചെറിയൊരു കടലാസ് രൂപം. അതിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയാണ് ഞാൻ എല്ലാ ദിവസവും ചൊല്ലി എഴുന്നേൽക്കുന്നത്. അതിപ്രകാരമാണ്: വിളിച്ചേൽക്കുന്ന പരിശുദ്ധ അമ്മയെ, കൊരട്ടിമുത്തി മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവിടെ നിന്ന് അറിയുന്നല്ലോ. അവിടെ നിന്ന് ഞങ്ങളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് കണ്ട് ഞങ്ങളെ സഹായിക്കണമേ. നല്ല ജീവിതം നയിക്കുവാനും പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞ ഇച്ചിരം കൂടെ കണ്ടോടെ എന്തോ ഇതായിട്ട് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ദിവസം എഴുന്നേൽക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് ഇവിടെ ഇതിൽ പോരുമ്പോൾ ആൾക്കാർ പറയും, എന്നേക്ക് അതിന് മാത്രം വലിയൊരു ഇത് പറയാനില്ല. കാരണം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി വന്നതാണ്. ആയ കാലത്ത് നല്ല സ്മോളടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ കൊരട്ടിമുത്തിയുടെ ആ പ്രാർത്ഥന ചൊല്ലി ആദ്യത്തെ പോക്കിൽ തന്നെ എൻ്റെ മദ്യപാനം ഞാൻ നിർത്തി. ഞാൻ മദ്യം കഴിക്കുമെങ്കിലും എന്നെ കഴിക്കില്ലായിരുന്നു, ഞാനേ കഴിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ആരും അതിന് ശല്യവും പറയില്ലായിരുന്നു, ഇച്ചിരി കഴിച്ചോളാന്നുള്ള ഇതിലായിരുന്നു. അത് എനിക്ക് ആ ഇതോടുകൂടി ഞാൻ സ്വയം നിർത്തി. പിന്നീട് ഞാൻ ഒരു ഇതിലും പെട്ടിട്ടില്ല. അതുപോലെ എന്ത് കാര്യത്തിനും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു പരിസ്ഥാലുവിൻ്റെ ഒരു രൂപം ഉണ്ട് അതിനടുത്ത്. അതിലെഴുതിയിട്ടുണ്ട്: യേശുവെ ഞാനങ്ങനെ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതും ഇത് ചെയ്ത് കരുണയുടെ ഇതിൽ അത് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് പലവിധ ആവശ്യങ്ങളും കാര്യങ്ങളും, പക്ഷെ ഞാൻ ആരോടും ഒന്നും പബ്ലിസിറ്റി ചെയ്യാറില്ല. ഇതിലൊക്കെ പോരുമ്പോൾ ആൾക്കാർ പറയും, വീടില്ലാത്തവരുണ്ട്, വിവാഹം നടത്താത്തവരുണ്ട്, ഒരു സെറ്റ് സ്ഥലമില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പറയും അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. അപ്പം അവരുടെ അടുത്ത് ഇത് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ പറയാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. ഇപ്പം ഞാൻ 2018 ഇതുപോലെ ഒരു യാത്രയിൽ, പള്ളിയിൽ നിന്ന് പോകുന്ന യാത്രയിൽ പോന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഗ്യയുടെ അപ്പനും ഞങ്ങളെല്ലാം കൂടെ കടപ്പുറത്തേക്ക് പോകണ വഴിക്ക്, ഒരിക്കലും കടപ്പുറത്ത് പോകാത്തതാണ്, ഇന്ന് പോയ വഴിക്ക് അവരിങ്ങനെ കടയിൽ കയറി കഴിഞ്ഞ് പറഞ്ഞു, വീട് പണിയാൻ വേണ്ടി നമുക്കിവിടെ താഴെ കിട്ടും, അത് മേടിച്ചിടാമെന്ന്. എനിക്കാണെങ്കിൽ ഒരു പ്രതീക്ഷ പോലും ഇല്ല, നിലവിലൊരു വീടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഇത് മേടിക്കണം എന്നുള്ള ഒഴിവില്ല. അപ്പോൾ ജോർജേട്ടൻ പറഞ്ഞു, എല്ലാം മേടിക്കാമെന്ന് പറഞ്ഞു. 50 രൂപ അടുത്ത് അവിടുന്നൊരു താക്കോലും മേടിച്ച് പേരും എഴുതി അവിടെ കൊടിമരത്തെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. അത് എന്ത് വേണ്ടു? 17-18 ആയപ്പോഴത്തേനും കോവിഡ് വന്നു. കോവിഡ് കാലത്ത് ഒരു വീടും പറഞ്ഞ മാത്രമേ മുമ്പ് പണിയാൻ പറ്റി. എൻ്റെ കയ്യിൽ 5 പൈസയില്ല, എങ്ങനെ പണിതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. മോനാണ് അതിനൊക്കെ മുൻകൈ ചേർത്തത്. അത് കഴിഞ്ഞ് 21 വീട്ടിലേക്ക് മാറി താമസിച്ചു.
പിന്നീടാണെങ്കിൽ മോനോട് വീട്ടിൽ മാറി താമസിക്കാൻ മോനോട് പറഞ്ഞു, എടാ ഇനി ഈ കാരണന്മാർ തന്നോട് താമസിക്കണം, നീ കല്യാണം കഴിക്കണ്ടേ, ആ സമയമാകട്ടെ സമയമാകാൻ പറയാം. പിന്നീടാണെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിറ്റേ പ്രാവശ്യം വരുമ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല എന്ന്. പിന്നീട് യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ അപ്പം പെണ്ണായിട്ട് 32ാമത്തെ വയസ്സിലാണ്, നിനക്കും ഏതാണ്ടൊക്കെ ആ പ്രായമാകാൻ എന്താ പ്ലാൻ നല്ല ഉണ്ടോന്ന്. ആലോചിക്കാം. എന്നാൽ ശരി ആലോചിക്കട്ടെ, ഞാൻ ആരോടെങ്കിലും പറയട്ടെ എന്ന്. എന്നാ പറഞ്ഞോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് വേളാങ്കണ്ണി വന്ന് പോയി. അവൻ തന്നെ മെട്ടിയോണി കൊടുത്തു. 6 മാസത്തിനുള്ളിൽ കല്യാണം നടന്നു. നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യത്തിനും ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ടൊരു ഇത് പറയാനില്ല. ഈ മാതാവിന് ഞാൻ ചെറിയൊരു പ്രാർത്ഥന ചെല്ലുക, അത് സമയം കിട്ടുമ്പോഴൊക്കെ ചെല്ലുക, അതിനനുസരിച്ച് അങ്ങോട്ട് പോകണം. അതിനുള്ള നന്ദി ഞാൻ പറഞ്ഞു. വീണ്ടും ഇത് കണക്കുള്ള ഇതിൽ ആ പ്രാർത്ഥനയെ ചൊല്ലി ജീവിക്കാനുള്ളൊരു ഇത് കിട്ടണമെന്നുള്ള പ്രാർത്ഥനയാണ്. താങ്ക് യു. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഈ തവണ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല. എനിക്ക് നല്ലൊരു വീട് തന്നു, എനിക്ക് കാർ ഓടിക്കാൻ അറിയാമെന്നാണ്ട് എനിക്ക് കാർ തന്നു. കൂട്ടായ്മയ്ക്ക് കൃത്യമായിട്ട് കൂട്ടായ്മയിൽ ഒരുണ്ട് അതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എപ്പോഴും അകലിയുടെ പോകാറുണ്ട് എൻ്റെ മുഖത്തിൽ. എൻ്റെ പുരുഷൻ്റെ വഴിയിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ മറ്റുള്ളവരുടെ ഇതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടി പോലെ വീടില്ലാത്തവർക്കും വീട് വയ്ക്കാൻ കഴിവില്ലാത്തവർക്കൊക്കെ വീട് വെക്കുന്നതിന് കർത്താവ് എപ്പോഴും മാതാവിന് പറയും. പിന്നെ ആത്മീയമായിട്ട് വളരെ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നോന്നുണ്ട്. പിന്നെ എന്തോ ഒരു ചെറിയൊരു കുറവ് പോലെ വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എവരെത്രയാണ് വന്നില്ല, എവരെ എന്നെക്കായി മുമ്പ് നിൽക്കുക. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്ക് പരിണമിക്കുന്നത് നമുക്കറിയാമല്ലോ. റോമൻ 28. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഞാനെടുത്ത് ഉപയോഗിക്കുന്ന ഒരു വചനമാണത്. 2014 ഞങ്ങൾ ഈ വചനകൂടാരത്തിൽ ആദ്യമായി വന്നത്. അപ്പം പറഞ്ഞിരുന്നു കുടുംബമായിട്ട് പോകണമെന്ന്. പക്ഷേ 11 വർഷങ്ങൾക്ക് ശേഷം ഇത്തവണയാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരുമിച്ച് പോരാൻ. അപ്പോൾ അതിനാദ്യമായി തമ്പുരാനോട് നന്ദി പറയുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞിരുന്നു നന്ദിയാണ് എനിക്ക് പറയാനുള്ളതെന്ന്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം പിന്നാലെ കൂട്ടിച്ചേർത്തുകൊള്ളാം. അപ്പോൾ ഒത്തിരി പ്രതിസന്ധികളുടെ തമ്പുരാൻ കടത്തി വിട്ടപ്പോഴും, അപ്പോൾ ഈ തവണ ഈ യാത്ര പറഞ്ഞപ്പോഴും ആദ്യം ഇങ്ങനെ ഡിസംബറിൽ പോകാൻ ഒരുങ്ങി. അപ്പോൾ ചേട്ടയ്ക്ക് 10 വർഷം മുന്നേ ആഗ്രഹിച്ച കാര്യമാണ്. ചേട്ടായി പോയിട്ടും 8 വർഷത്തോളമായിരുന്നു. 2016 അവസാനമായിട്ട് പോയത്. അപ്പോൾ ഞാൻ ചേട്ടായി പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അപ്പനോട് പറഞ്ഞു കുടുംബമായിട്ട് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അപ്പച്ചനും അമ്മച്ചനും സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന്. എല്ലാ ആഴ്ചയും കൂട്ടായ്മയ്ക്ക് 2 വർഷമായിട്ട് കൂട്ടായ്മയ്ക്ക് മുടങ്ങാതെ പോകാൻ തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കൂട്ടായ്മയിലും അതുപോലെ തന്നെ ഡിസംബറിൽ പകുതിക്ക് ശേഷം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകാൻ തമ്പുരാൻ കരുണ കാണിച്ചു. അതിനമ്മയുടെ സഹായം കിട്ടും. അപ്പോൾ ഓരോ കുർബാനയിലും എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ 2ാമത് ഡേറ്റ് മാറിയപ്പോഴും ആൾക്കാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുടുംബമായിട്ട് പോരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സിനിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളും പറഞ്ഞു ചേട്ടായി സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന്. അവനെല്ലാം മാസവും പോകുന്ന ആളാണ്. കൂട്ടായ്മ പോരുമ ശുശ്രൂഷനായതുകൊണ്ട് നീ മുറുക്കി പ്രാർത്ഥിക്കുക തമ്പുരാൻ ഇടപെട്ടുള്ളൂ. അപ്പോൾ അത്രയും ആളുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 40 ആളെങ്കിലും എത്തി കിട്ടിയാൽ. അപ്പോൾ ഓരോ കൂട്ടായ്മയിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ ബലിയിലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളാലാവും വിധം തീക്ഷ്ണമായി തന്നെ പ്രാർത്ഥിച്ചു. ദൈവത്തിനാമ മഹത്വപ്പെട്ടു. കുടുംബമായിട്ട് പോരാനും ആരാധിക്കാനും എല്ലാം തമ്പുരാൻ അവസരം തന്നു. പിന്നെ മക്കളുടെ ആവശ്യങ്ങൾ ഞാൻ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിച്ചില്ല. കാരണം തക്ക സമയത്ത് തമ്പുരാൻ ഇടപെട്ടോളൂ എന്ന് പറഞ്ഞ കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ്. 2015 ഒരു വീടെന്ന സ്വപ്നമൊന്നും അങ്ങനെയൊന്നുള്ളൊരവസ്ഥയിലായിരുന്നല്ല ഞങ്ങളുടെ ഭവനം. ഒന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ലാത്ത ഒരു രീതിയിൽ കൂടെ തമ്പുരാൻ കടത്തി വിട്ടത്. അപ്പോൾ
7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു വീട്. അത് വീട് പൊളിച്ചിട്ട് തന്നെ 1.25 വർഷത്തോളം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒത്തിരി പേരുടെ വീട്ടിലും നാട്ടിലും സ്വന്തം ജന്മം നൽകിയ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ വരെ അത്രത്തോളം എല്ലാവരുടെയും വായിലിരുന്ന് മുഴുവൻ കേട്ടു. പക്ഷെ തമ്പുരാൻ മുറിപ്പാട് 34:10 പറഞ്ഞതുപോലെ അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്തൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കും, കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ആ ദേശത്ത് വലിയൊരു അനുഗ്രഹമായി തന്നെ ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കി തന്നു. അപ്പോൾ അപ്പൻ്റെ വീട്ടിൽ പണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വചനം എഴുതി വെച്ചിരുന്ന് കാണുമ്പോൾ ഉള്ളതിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, ആരോടും പറയാറൊന്നുമില്ല, പക്ഷേ മനസ്സിലെ ആഗ്രഹം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ചുറ്റും മതിലും കെട്ടി ഗേറ്റൊക്കെ വെച്ച് മതിലിന് ചുറ്റും വചനമൊക്കെ എഴുതി വെച്ച് അകത്താണെന്നുണ്ടെങ്കിലും വചനം എഴുതി വെച്ചു. അതുപോലെ തന്നെ അപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പ്രയർ റൂമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നല്ല ആഗ്രഹമുണ്ട്, ദൈവമേ പ്രാർത്ഥിക്കാനൊരു ഇടം തന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചു. വളരെ ഭംഗിയായിട്ടൊരു പ്രയർ റൂം തമ്പുരാൻ ഒരുക്കി തന്നു. അപ്പോൾ അതും ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ അതിലെല്ലാം ഉപരി 4 പ്രാവശ്യം 1.25 വർഷത്തിനുള്ളിൽ 4 പ്രാവശ്യം ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് കൂട്ടായ്മ നടത്താനും തമ്പുരാൻ്റെ നാമം ഭർത്തപ്പെടുത്താനും ഭവനം തമ്പുരാനെടുത്ത് ഉപയോഗിച്ചു. ഒരു കൊച്ചു വാഹനം തന്നു. ചേട്ടൻ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 1 വർഷത്തോളം ചേട്ടയ്ക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ലാസ്റ്റ് അപ്പൻ തന്നെയാണ് ജീപ്പിലിട്ട് പഠിപ്പിച്ചതും. പിന്നെ ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഒത്തിരി മക്കളെ ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഈശോയെ കൊടുക്കാനും അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ നടത്തി തരുമെന്ന് ഓരോ നിമിഷവും തമ്പുരാൻ ഓരോ നിമിഷവും എല്ലാവർക്കും എടുത്തു പറയാൻ പാകത്തിന് ഞങ്ങൾ 0 ബാലൻസിൽ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒന്നുമില്ലായ്മയിലും സംഗീതങ്ങൾ 23:1 പറയുന്നത് പോലെ എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ അന്നത്തെ ഒരു കാര്യവും മുടങ്ങാതെ ഇന്നോളം വളരെ അത്ഭുതകരമായി തമ്പുരാൻ വഴി നടത്തുന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ മക്കളുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് അത് നമ്മളെത്ര പഠിച്ചിട്ടും കാര്യമില്ല, തമ്പുരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുമെന്ന്. കാരണം വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമെന്ന് നമ്മുടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഇന്നോളം വഴി നടത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരും ഞാൻ ഒരു കാര്യം തമ്പുരാനോട് ആവശ്യപ്പെട്ടുള്ളൂ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ. അതുപോലെ തന്നെ തള്ളി പറയാതെ ഏത് സാഹചര്യത്തിലും തമ്പുരാൻ അനുവദിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ല എന്നുള്ള ഒരാഴമേറിയ വിശ്വാസം എനിക്ക് എൻ്റെ കുടുംബത്തിനും കിട്ടണമെന്ന്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്രിസ്ത്യൻ്റെ വഴി ഒരു സ്ഥലത്ത് പോലും മുട്ടുകുത്താൻ പറ്റിയ അവസ്ഥയിലായിരുന്നു. എൻ്റെ വലതുകാല് മുട്ടുകുത്താനോ കാല് വലിച്ചുകൊണ്ടോ ഞാൻ നടന്നുകൊണ്ടിരുന്നത്. കഴുത്ത് മുതൽ ഭയങ്കര വേദന, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള കാരണം കൊണ്ട് ഒരാഴ്ചയായിട്ട് ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ 12ാം സ്ഥലം വരെ 3ാമത്തെ സ്ഥലം തന്നെ മുട്ട് പൊട്ടി. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒത്തിരി നിയമങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാര്യത്തിലുപരി. എന്തായാലും മുട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നടത്തി തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം 12ാം സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു 14ാം സ്ഥലം വരെ എത്തണമെന്നുള്ളത്. പക്ഷെ ഒരു തരത്തിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ മുട്ട് രണ്ടും പൊട്ടിയതുകൊണ്ടും പിന്നെ പിടിച്ച് വലിച്ച വേദനയും. പക്ഷേ മാതാക്കളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഇഴഞ്ഞിട്ടാണെങ്കിലും സഹായിച്ചാലും ഒത്തിരി നന്ദി. പിന്നെ ഭക്ഷണത്തിന് അങ്ങനെ കിച്ചണിലേക്കൊന്നും ഞാൻ അധികം പോകാറില്ലാതെ എന്ന് വരുമ്പോഴും ഓരോ ദുരിതം കയറിക്കൊണ്ട് തന്നെ വരാറ്. കഴിഞ്ഞ പ്രാവശ്യം വണ്ടി യാത്രയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ടോയ്ലറ്റിലൊന്ന് തെന്നി വീണ് ഒരു റിലേ ഇല്ലാണ്ട് 1 മണിക്കൂർ അപവാസത്തേക്ക് കിടന്നിട്ടും തമ്പുരാൻ എന്നെ അമ്മയുടെ സഹായത്താൽ തന്നെ ഈ വണ്ടിയിൽ വചനകൂടാരത്തിൽ വീണ് കഴിഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴോ ഒരു ബോധം വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് എത്തണം, യാത്ര പോകണ്ടെങ്കിൽ എനിക്ക് എത്തണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മ സഹായിച്ചു, ഞാൻ പോന്നു. ഒരു വെളിവില്ലാണ്ട് ഈ തവണ. പക്ഷേ ഇന്ന് ഈ തവണ ഇരുന്നപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ നോക്കാനോ ഒന്നും കാണാനോ കണ്ണുപോലും അറിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു കയറിയിരുന്നത്. ഈ തവണ ഒരു പണി കിട്ടിയായിരുന്നു, തൊണ്ടയ്ക്കൊരു മുള്ളിറങ്ങി. ഞാൻ ഓർത്തത് യാത്ര മുടങ്ങുമെന്നായിരുന്നു. ആ വേദന ഇപ്പോഴും ഉണ്ട്, വെള്ളം ഇറക്കാനും സംസാരിക്കുമ്പോഴും ഒക്കെ. പക്ഷെ അതിലുപരി ദൈവനാമം മഹത്വപ്പെടുത്തി തമ്പുരാൻ അനുഗ്രഹിച്ചു. നന്ദി. ഒന്നും പറയാനില്ല, ഫാമിലിയായിട്ട് വരാൻ പറ്റി, അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. കുരിശിൻ്റെ അടുത്ത് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഞാനങ്ങനെ കൈ കുത്താതെയാണ് എല്ലാ തവണയും പോയിക്കൊണ്ടിരുന്നത് കുരിശിൻ്റെ അടി. പക്ഷേ ഇത്തവണ 13ാം സ്ഥലം എത്തിയപ്പോഴത്തേക്കും കൈ കുത്താൻ തുടങ്ങി. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അപ്പം കൈയൊന്നും കുത്താതെ തന്നെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പേര് രമ്യ. നിയോഗം പറയാനായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ഈ യാത്ര ഞാൻ
ഇത് 2ാം തവണയാണ് വരുന്നത്. ഇതിന് മുമ്പ് വന്നതെന്ന് പറഞ്ഞാൽ 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നത്. എൻ്റെ മോള് 4 വയസ്സുള്ളപ്പോൾ. അന്ന് ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് ചേച്ചി ആയിരുന്നു കൂട്ട്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കിയത് ചേച്ചി ഉണ്ടോ എന്നുള്ളതാണ്. അന്ന് ജപമാലയ്ക്ക് നടന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കട്ടെ, ചേച്ചി ഓർക്കണ്ടോ എന്നറിയില്ല, എൻ്റെ കയ്യിൽ വേഗം കയറി പിടിച്ച് വെച്ച് പറഞ്ഞു, മോളെ നിനക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, നിനക്കൊരു ആൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ ഞാനത്ര ഇതായിട്ടില്ലായിരുന്നു. പക്ഷേ ഇവൻ ജനിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്ക് നടന്നില്ല. ഈ ഒരാഴ്ച മുമ്പ് ഇതിലെ ഡ്രൈവർ അനീഷിൻ്റെ വൈഫാണ് ഞാൻ. അനീഷയുടെ പറഞ്ഞു എനിക്കങ്ങനെ വേളാങ്കണ്ണി യാത്ര പോകുന്നുണ്ട്, 31-ാം തീയതിയാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞു പുള്ളി പറഞ്ഞു അതിൽ സീറ്റ് ഒഴിവുണ്ട്, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ പോവാം, ഞാനും എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ പോകാം എന്നുള്ളൊരു ഇതിൽ നിന്നതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരാഴ്ചയും കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്ത്. കൊണ്ട് എനിക്ക് ലീവും കിട്ടിയ വെള്ളിയാഴ്ച വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ അന്ന് രാവിലെ മോന് പനി ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പേടിയായിരുന്നു. ചുമയും ജലദോഷം തോന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആണ് ഡൗണായി പോകണ ഒരു ഇതില്ല. പക്ഷെ എന്തുകൊണ്ടോ അന്ന് സ്കൂളിൽ വിട്ടു രാവിലെ, എന്നിട്ട് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചുമയുണ്ടായിരുന്നു. ഞങ്ങളൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഒരെണ്ണം മേടിക്കണം എന്നുള്ളൊരു ഇതും കൊണ്ടാണ് വന്നായിരുന്നത്. അതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തടസ്സം മാറണം എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ അപ്പം മനുഷ്യന് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും മുട്ടുകുത്താറുണ്ട് പുള്ളി. ഈ പ്രാവശ്യം പക്ഷെ പുള്ളിക്ക് എന്തോ ഒട്ടും വൈകായിക വന്ന് ഭയങ്കര ഒന്നിനും പറ്റണില്ല ആൾക്ക്. അതിന് രാവിലെ കഴിഞ്ഞ ദിവസം മുട്ടുകുത്താൻ വന്നെങ്കിലും പുള്ളിക്ക് ഒട്ടും പറ്റാനുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ കൊണ്ടാണ് റൂമിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. പുളിയൊക്കെ മേടിച്ച് കഴിച്ചേച്ചാണ്. ഇപ്പോഴും ആൾക്ക് ചെറിയൊരു വൈകായിക ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നിന്ന് എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഭയങ്കര ഒരു പേടിയായിരുന്നു. ഇത് നല്ലതായിരുന്നു. സാധാരണ മോൻ അങ്ങനെ വീട്ടിലാണെങ്കിൽ അവൻ എന്നോട് വാരി കൊടുക്കാൻ പറയുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഞാൻ തന്നെ വാരി തിന്നു. പിന്നെ പുള്ളി തന്നെ വാരി തിന്നു. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും. സാധാരണ ഉപ്പുമാവ് അങ്ങനെ തിന്നണ ആളല്ല. ഉപ്പുമാവാണെങ്കിലും പഴം കൂട്ടി നന്നായിട്ട് കഴിച്ചു. ചെറിയൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും ആള് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനു മുന്നും പല പ്രാവശ്യം ഈ യാത്രയോടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ വീട്ടിൽ കിടന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ വന്നില്ല, പോണില്ല. എനിക്ക് കൂട്ടിനായതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ അപ്പ ജോയിച്ചേനെ വിളിച്ച് പറഞ്ഞു ഞാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞത്. ജോയിച്ചേട്ടൻ പോരേന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇവരെ വീട്ടിനെ കണ്ടെത്തി ഞാൻ എൻ്റെ മോൻ്റെ ഒന്ന് മാറി. അത് ഞാൻ മോൻ്റെ തീർച്ചയായിട്ട് പിന്നെ ഇരുന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും രൂപം ഈശോയുടെ രൂപം പിടിക്കാൻ പറ്റി. ഈ പ്രാവശ്യം പിടിച്ചു. മുട്ടുകുത്തി അങ്ങനത്തെ വരെ കയറി. പിന്നെ അമ്മയ്ക്ക് ഒരു ആഞ്ചൂരിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അതിന് മാതാവിനോടായ നന്ദി പറയുന്നു. ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിച്ചു. യേശുവിന് നന്ദി. ഞാൻ ഇന്നലെ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ മേദല ത്രിവേണി ഇടവക പള്ളിയെ പെട്ടതാണ്. ആ കാര്യം ഇന്നലെ പറയാൻ വിട്ടുപോയിരുന്നു. പോയി ഞാൻ 5 വർഷം വേളാങ്കണ്ണിക്ക് പോയിട്ട് ഇത് 6ാം വർഷമാണ്. ആ 5 വർഷം പോയ കാര്യം ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടിയതാണ്. ഇനി അടുത്ത വർഷം എനിക്ക് വരാനുണ്ട്. ഈ കൂടെ വരണം. എൻ്റെ കുടുംബവുമായിട്ട് എൻ്റെ മക്കളുടെ വിവാഹവും കഴിഞ്ഞ് വരണമെന്നുള്ളൊരു സന്തോഷം ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം. ചേട്ടൻ്റെ അസുഖത്തിന് വേണ്ടി ചേട്ടനെ അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഇനി നമ്മൾ വേളാങ്കണ്ണിക്ക് പോകില്ല അറിയുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഇനി പോകേണ്ടത് നമുക്ക് പോയി വഴിപാട് ചെയ്തു. അപ്പം അത് ചേട്ടന് സുഖമില്ലായിരുന്നു. ഇപ്പം എല്ലാവരും പറഞ്ഞു എനിക്ക് സുഖമില്ലാതെ പോകേണ്ട സാഹചര്യം സുഖമില്ലാതെ പോയി ശരിയാവില്ല, അത്രയും ദൂരം പോയി സുഖമില്ലാതെ
പോകണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പോയി ഞങ്ങൾക്കൊരു വഴിപാട് ചെയ്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് പോകുന്നു. ഈ വർഷം പോരാനായിട്ട് ഞങ്ങളിങ്ങനെ തൊഴിലുറപ്പ് അതുകൊണ്ട് ഇവർ ആദ്യം ചേച്ചി എന്നോട് പറഞ്ഞു വേളാങ്കണ്ണിക്ക് കൊണ്ടെന്ന് പറഞ്ഞു. വത്സ ചേച്ചിയുടെ വേളാങ്കണ്ണിക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ചേച്ചി ഞാനും പോകില്ല എന്നാൽ ഞാൻ നാളെ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം വിവരം പറയാമെന്ന് പറഞ്ഞു. അണ്ട് ഞാൻ ഒന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ, ഞാൻ പോയില്ല നീ പൊക്കോ, ഞാൻ അപ്പോൾ പോകുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് രാജു ചേച്ചി വാത്സമ്മ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. ഈ വർഷം ഞാൻ പോരാനായിട്ട് ഇരുന്നതല്ല, അപ്പം വേഗം ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ചേട്ടനും എൻ്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് വരണമെന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. ചേച്ചി നന്ദി, സ്തോത്രം. അതമ്മ ഞാൻ ഇന്നലെ പറഞ്ഞാണ് എൻ്റെ കാര്യങ്ങളൊക്കെ, മകൻ്റെ കാര്യം, കുടുംബത്തിലും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് അയാളെക്കാളൊക്കെ ഉപരി സന്തോഷം കുരിശിൻ്റെ വഴിയിൽ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ മുട്ടിൽ നടന്ന് അവിടം വരെ എത്തി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. പിന്നെ കുടുംബത്തിലെ കാര്യം അത് ഞാൻ ഇന്നലെ പറഞ്ഞു, എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഭക്ഷണം രസം കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇതിനങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് രസം കറി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ ജനുവരിയിൽ ജൂലൈയിൽ ഇപ്പോൾ വന്നു. 3 പ്രാവശ്യം അടുപ്പിച്ച് വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ 3 പ്രാവശ്യം അടുപ്പിച്ച് വരാൻ പറ്റുമെന്ന്. ഇപ്രാവശ്യം ജീവിത പങ്കാളിയോട് ചോദിച്ചു ഇങ്ങനെ പോയിക്കോട്ടേന്ന്. അത് ഞാൻ ഓർത്ത പുള്ളി നീ എപ്പോഴും എന്നെ ഈ വേളാങ്കണ്ണിക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്, നീ പോയിക്കോന്ന് പറഞ്ഞു. ഇനി ഒരു ദിവസം ജീവിത പങ്കാളിയെ കൂട്ടണം. എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോരാൻ പറ്റില്ല, കടയിൽ ആളുണ്ടാവില്ല, എന്തൊക്കെ തടസ്സം പറയണേ. ഒരു ദിവസം കൊണ്ടെല്ലാം. പിന്നെ എൻ്റെ മുട്ടുകാലിങ്ങനെ വളയില്ലായിരുന്നു, ഇപ്പം ശരിക്കും വളയും. ചെറുതായിട്ട് പൊട്ടിയിട്ട് അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്നലെ ജോലി വന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ കുരിശിൻ്റെ വഴി കഴിഞ്ഞപ്പോൾ സുഖമായി. പിന്നെ നല്ല സന്തോഷമുണ്ട് ഇപ്പം. പിന്നെ വചനം ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തീരുമാനിച്ചു എന്തായാലും ഇവിടെ വചനം പറയണ്ട, അപ്പം 5 തന്നെ എങ്കിലും പറയണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് വിചാരണം പറഞ്ഞു. 7 പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒന്നും പറയാൻ പറ്റിയില്ല. 6 പറഞ്ഞു ഞാൻ. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ സന്തോഷമുണ്ട്. ഇനി വരണമായി ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അടുത്ത പ്രാവശ്യം ഇങ്ങനെ വന്നം മാതാവിൻ്റെ അടുത്ത് പോകണമെന്നുള്ള ചിന്ത ഉണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ. അതേപോലെ ഇനി വൈകാതെ വന്നം. എന്നാൽ അവരെന്നെ സൂക്ഷിക്കുകയും അവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ജീവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. നാളേക്കായൻ മനം നീറുന്നില്ലൊട്ടുമേ, ഏഴേക്കായെല്ലാം കരുതുന്ന ദൈവമുള്ളതാൽ ഇന്നോളം എന്നെ മഹാത്ഭുതമായി നടത്തിയോ എന്നുമെന്നും മാറാത്ത നിത്യദൈവം. ആ നിത്യദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഒന്നിനും കുറവില്ലാതെ ഇപ്പോൾ ഞാൻ കഴിയുന്നു. തമ്പുരാൻ എന്നെ കൈവിടുകയില്ല. എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയാനായിട്ടാണ് തന്നെ വന്നത്. എൻ്റെ മകൻ്റെ കൊച്ചിന് ജോലി കിട്ടി, അപ്പോൾ അതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അവൾ പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിന് ഞാൻ നിയോഗം വെക്കുവാണ്, നീ നിനക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ ഞാൻ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല, ഒരാളെ വേളാങ്കണ്ണിക്ക് അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാനുള്ള പൈസ നീ തന്നേക്കണമെന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞുള്ളൂ. ബാക്കി ഞാൻ എല്ലാം ശരിക്കും മാതാവിന് വിട്ടുകൊടുത്തു. ഏതായാലും CA എന്നാ CMA ഏതാണ്ടെല്ലാം കൂടെ ഉള്ള ഡിഗ്രി അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അത് ഡിഗ്രി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എല്ലാം പഠിച്ചു. അവൾ ആദ്യം തന്നെ അവൾ പാസ്സായി. 4 പിള്ളേരെ അവർ എഴുതിയതിൽ 4 പിള്ളേരെ ആദ്യം ഒറ്റ എഴുത്തിൽ പാസ്സായി. അത് ദൈവത്തിനോട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ
അവളുടെ കരങ്ങളിൽ എനിക്ക് അതിനകത്ത് കമ്പ്യൂട്ടറിലാണോ ഫോണിലാണോ ഇതൊന്നും പരീക്ഷ തന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അവൾ പരീക്ഷ എഴുതുമ്പോൾ ആ പേനയുടെ രൂപത്തിൽ അവളുടെ കൈകളിൽ നീ ആയിരിക്കണം ആ പരീക്ഷ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു ഈശോയോട്. ഏതായാലും അത് ഈശോ പരീക്ഷ എഴുതി ജയിച്ചു. അതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം തമ്പുരാൻ ഒരുക്കി തരും. കൂടുതലൊന്നും പറയില്ല, ഞാനൊരു തൊഴിലുറപ്പിനൊക്കെ പോകും. അപ്പോൾ പോകുമ്പം 3 മണിയെ ഒന്നിച്ച് കിട്ടിയാൽ ഉറപ്പ് ഒരാളെ ഞാൻ കൊണ്ടുവന്നിരിക്കും. അതാണ് എൻ്റെ പണി. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ആൾക്കാർക്ക് പിന്നെ ചെയ്തു കൊടുക്കും. എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാം കാഴ്ച വെക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ഒരു കുറവില്ല. എല്ലാവരും ഈ വണ്ടി വത്സമ ചേച്ചി പാടിയതുപോലെ 2 വരി ഞാനും പാടാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല. 2 വരി ഞാൻ മൂന്നാണ്. പുരുഷാര മധ്യത്തിൽ അന്ധനാം ഭർത്തിമാൻ കർത്താവിനോടു കേണു. കർത്താവമേശുവേ ദാവീദാത്മജ, കർത്താവമേശുവേ ദാവീദാത്മജ, കനിയേണമേ എന്നിൽ കനിയേണമേ, കനിയേണമേ എന്നിൽ കനിയേണമേ. ഈശോയുടെ മുന്നിൽ അന്ധനായ ഭർത്തിമാൻ എളിമയോടെ ചോദിച്ചതാണ്, കർത്താവായ ഈശോയെ, പാപിയായി എൻ്റെ മേൽ കനിയണമേ. ഒരു കഴിവുമില്ല, ആ കഴിവില്ല, ഒരു സ്ഥലത്തേക്ക് പോകാനും ഒന്നിനും കഴിവില്ലാത്ത ഒരു മനുഷ്യൻ്റെ എളിമയോടെയുള്ള ചോദ്യമാണ്, കനിയേണമേ എന്നിൽ കനിയേണമേ. അതുപോലെ ഞാനും നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി നമ്മളെല്ലാവരും നമ്മൾ ഏത് വേദന അനുഭവിക്കുന്നവരുണ്ടാവാം, സമാധാനമുള്ളവരോ സന്തോഷമുള്ളവരോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ എങ്കിലും ജീവിതത്തിൻ്റെ യാത്രയിൽ തമ്പുരാനെ കൈപിടിച്ച് മുന്നോട്ട് പോയ തമ്പുരാനെ എന്ത് കനിയണമേ എന്നുള്ള ആ യാചനയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അതുപോലെ ഞാൻ ദൈവത്തെ കൈപിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വേളാങ്കണ്ണി പോയപ്പോൾ ഓർക്കുന്നത് എനിക്കൊരു 5-6 വയസ്സുള്ള സമയത്ത് അന്ന് എല്ലാവരും ഒത്തിരി പേരുടെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കലണ്ടർ, ഒരു നീല ബ്ലൂ കളറിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉള്ള കലണ്ടർ. അപ്പോൾ അന്ന് വേളാങ്കണ്ണി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്നും ഞാൻ ആ ഫോട്ടോ നോക്കി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കൊന്ന് വേളാങ്കണ്ണി മാതാവേ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷവും മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ കഴിയുമെന്നോ എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ട്രെയിനിങ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 10 ദിവസത്തെ ടൂറ് വന്നു. ആ ടൂറിൽ ബാംഗ്ലൂർ മൈസൂർ ഊട്ടിയൊക്കെ അങ്ങനെ ചുറ്റി വന്ന് ലാസ്റ്റ് ഒരു പള്ളിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയ വണ്ടി. അപ്പോൾ ആരും പറഞ്ഞിട്ട് വേളാങ്കണ്ണിയാണ്. എന്ന് വെച്ചിട്ട് വേളാങ്കണ്ണിയോ? അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്, വേളാങ്കണ്ണി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ പറയേ ഞാനൊക്കെ ഓർക്കണേ വേളാങ്കണ്ണി പള്ളിയാണോ ഇത്? നോക്കിയപ്പോൾ നല്ല തിളങ്ങുന്ന രൂപമുള്ളൊരു മാതാവിൻ്റെ രൂപമൊക്കെ കാണുന്നു. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു, ഇത് തന്നെയാണ് യഥാർത്ഥ വേളാങ്കണ്ണി പള്ളി എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ചെല്ലാൻ സാധിച്ചു. അത് കഴിഞ്ഞ് വലുതായി കല്യാണവും കഴിഞ്ഞ് ഈ കൂട്ടായ്മയുടെ കൂടെ പിന്നെ മേരി ചേച്ചിയുടെ കൂടെയും വന്നിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടായ്മയുടെ കൂടെയും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പല രോഗങ്ങളാൽ ഒന്ന് മാറുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ പോലുള്ള രോഗങ്ങളാൽ എന്നെ ഇങ്ങനെ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. എനിക്ക് തന്നെയല്ല, വീട്ടിലിപ്പോൾ ഹസ്ബൻഡിനായാലും അങ്ങനെ വീട്ടിൽ ഓരോരുത്തർക്കായാലും ഇങ്ങനെ പല അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മോൾക്കായാലും യൂറിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയും മാതാവൊക്കെയാണ്. ഞാൻ ആരുടെ മുന്നിൽ പലരുടെ മുന്നിൽ ചിരിക്കുകയേ ഉള്ളൂ, പക്ഷെ എൻ്റെ ഉള്ളിലെ ദുഃഖം ആരും അറിയാറില്ല.
ഞാൻ ചിലപ്പോൾ ഈശോയുടെ മുന്നിൽ പോയി ഞാൻ ചിലപ്പോൾ കരയും. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ നീ വെച്ചതെന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ വിഷമത്തോടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ട് പറയാറുണ്ട്. പക്ഷേ എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് വെച്ചാൽ നമുക്ക് ഒരു സന്തോഷം തരും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞൊക്കെ പറഞ്ഞാലും അത്ഭുതകരമായി എന്നെ പല രീതിയിലും അതിൽ നിന്ന് രക്ഷിച്ചിട്ടുമുണ്ട്. ഇപ്പം ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ വിചാരിക്കാതെ തന്നെയാണല്ലോ നീ എന്നെ രക്ഷിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഓർത്ത് നന്ദി പറയാറുണ്ട്. ഇതിനതുപോലെ എനിക്ക് ഇങ്ങനെ നിന്ന് ഒരു മയക്ക് പിടിച്ച് സംസാരിക്കാനുള്ള കാര്യം ചെയ്തത് എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല. ദൈവം എനിക്കൊരു ജോലിയൊക്കെ തന്നു. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മയക്ക് പിടിച്ച് പറയാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല, സഭാകമ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രസംഗം പറയും. സ്കൂളിലായാലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രസംഗം പറയുന്നത് ഞാൻ പറയില്ല കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രസംഗം പറയും, നോക്കി വായിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ സമാധാനിക്കാറ്. അത് കഴിഞ്ഞ് ആ റിട്ടയർമെൻറ്റിൻ്റെ അന്ന് രാവിലെ ഞാൻ വചനം എടുത്തപ്പോൾ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുകയാണ്. ആ ഒരു വചനം കിട്ടിയതിന് ശേഷം അതുപോലെ ഞാൻ പഞ്ഞിഞ്ഞ് വരക്കണ പോലെ വരക്കുകയായിരുന്നു. എങ്ങനെ ജനത്തിൻ്റെ മുന്നിൽ, അതായത് വർഷങ്ങൾ കൂടിയാണ് അന്നേരം അവിടെ റിട്ടയർമെൻറ്റ് വരുന്നത്. നമ്മുടെ MP MLA മുതൽ കുറേ ആളുകൾ വരുന്നുണ്ട്. എങ്ങനെ ഇവരുടെ മുന്നിൽ ഞാൻ പറയും ഒരു പ്രസംഗം, മറുപടി പ്രസംഗം പറയണം, എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ ഭയപ്പെട്ട് പല്ലിക്കുഞ്ഞ് വരക്കണ പോലെ വരക്കണ ആള് ഈ വചനം എടുത്തതിന് ശേഷം എനിക്ക് ഒരു പേടിയുണ്ടായില്ല. കൂളായിട്ട് ഞാൻ ആ സ്റ്റേജിൽ കൂടെ നടക്കുകയും മൈക്കെടുത്ത് പറയുകയും എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്കറിയില്ല, അത് എവിടെന്ന് വന്നു എന്ന് എനിക്കറിയില്ല. അതുമാത്രം ധൈര്യം എനിക്ക് കിട്ടി. പിന്നെ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ പോയിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഉള്ളൊരു വിഷമം എന്നാ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം കയറുന്ന വീട്ടിലായാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ശരിയായിട്ടൊന്നും പറഞ്ഞാൽ അംഗീകരിച്ചില്ല എങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഞാനിന്ന് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് വെറുപ്പും ദേഷ്യം അങ്ങനെയൊക്കെ വരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി തരണേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം, ഇന്നത്തെ യാത്രയിൽ വളരെ സന്തോഷമാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നും മാറാതെ ഒന്നെന്ന് പറഞ്ഞോണം ഓരോ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊക്കെ രക്ഷപ്പെടാനായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഭക്ഷണമൊക്കെ നന്നായിരുന്നു. ചേട്ടനാണ്, ചേച്ചിയാണ്. പിന്നെ ജയപ്രദം എന്തെങ്കിലും പ്രാർത്ഥിച്ച് പ്രത്യേകം അതിനൊക്കെ നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തുതി. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എനിക്ക് എൻ്റെ മോളുടെ കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അവളുടെ കല്യാണം 2020 ജൂലൈ 12 ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും കുഞ്ഞായില്ലേ ചോദിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഞങ്ങൾക്കും വിഷമമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂട്ടായ്മയിൽ എല്ലാവരും പ്രാർത്ഥനയുണ്ടായിരുന്നു. ചോദിച്ചതിനെല്ലാം കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നോട് പറയുമായിരുന്നു. പിന്നെ 3 പ്രാവശ്യം ഞാൻ അടുപ്പിച്ച് വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂലൈയിൽ പോയപ്പോൾ ജപമാലയുടെ സമയത്ത് ജൂജൊക്കെ പറഞ്ഞായിരുന്നു, പിള്ളേരോട് വിളിച്ച് പറഞ്ഞവരെ. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞില്ല, കാരണം കുർബാനയുടെ സമയമായിരുന്നു. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോയി കാഴ്ചവയ്പ്പ് നടത്തി. പിന്നെ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേളാങ്കണ്ണിക്ക് വന്നപ്പോൾ ഞാൻ വന്നു. ഇപ്പോൾ എൻ്റെ മോൾ ഗർഭിണിയാണ്. 4 മാസം കഴിഞ്ഞു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഈശോയ്ക്കും അതായത് ഒത്തിരി നന്ദി. പിന്നെ കൂട്ടായ്മ എന്നിട്ടാണ് കൂടുന്നത്. അതിനും ഈശോയ്ക്കും അതായത് ഒത്തിരി നന്ദി. ഈ തവണ പോയിട്ട് ഞാൻ യാത്ര ചെയ്തതിനൊന്നുമല്ല. പെരുമ്പാവൂർ വരെ
പോകാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ലാത്ത ഒരാളാണ് ഞാൻ. വീട്ടിൽ വരെ പോവുകയില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ എനിക്ക് വീട്ടിലേക്കാളും കൂടുതൽ ആരോഗ്യമുള്ള മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നും തോന്നണില്ല. വീട്ടിലാണെങ്കിൽ എനിക്ക് മുറ്റം പോലും അടിക്കാൻ പറ്റണില്ല. പക്ഷേ ഞാൻ കുരിശിൻ്റെ വഴിയിൽ ഇടയ്ക്ക് കുറച്ച് കുത്തി. പിന്നെ കല്ലുമ്മ ചെന്നപ്പോൾ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ എത്തി. പെട്ടെന്ന് എൻ്റെ കാലം അങ്ങോട്ട് നീണ്ടു പോയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ എത്തി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ മോൻ കാനഡയിൽ പഠിക്കണു. പഠിത്തം കഴിഞ്ഞു. ഞാൻ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളാണ് സാധാരണ ഒരു ചോദ്യമാണ് എല്ലാവരും. കഴിഞ്ഞ തന്നെ ഉടൻ അത് കുട്ടിയാണോ ഇല്ലെന്ന് ചോദിക്കും. അല്ല വിശേഷമായില്ല. പക്ഷെ എന്നോട് വിശേഷമായെന്ന് ചോദിച്ചിട്ടില്ല. കുട്ടിയായോ ആ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. നമ്മൾ വിവാഹം ചെയ്യുന്ന ഒരു കാര്യം നടക്കില്ല. കർത്താവ് നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വചന കൂടാരം ഈ കൂടാരത്തിൽ തുടങ്ങിയതിന് ശേഷം ഇതിനകത്ത് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതൊക്കെ ഞാൻ സാക്ഷിയാണ്. അപ്പം അങ്ങനെ സാക്ഷിയായിട്ടിരുന്നാൽ എനിക്ക് എൻ്റെ മകൾക്ക് കുഞ്ഞിനെ നൽകുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിന് സമയത്തിന് വേണ്ടി സ്വല്പം കാത്തിരിക്കണം. അപ്പം അതിനൊരു സമയം കാത്തിരിക്കാന്ന് വെച്ചാൽ മരുമോൻ്റെ കുടുംബത്തിനും അതിനകത്ത് അവിടെ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അവരുടെ ജീവിത രീതിയിലോ അവരുടെ പ്രവർത്തനത്തിലോ അവരുടെ കുടുംബകാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിന് സമയം കൊടുക്കണം. കാരണം നമ്മളിലൂടെ ആ കുടുംബം രക്ഷപ്പെടണം. അതിനുവേണ്ടി കർത്താവ് ഒരുക്കിയത് അത്ര സമയം. അപ്പം അതിന് ഞാൻ ആയിരം നന്ദി പറയാം. കാരണം ഓരോ കുടുംബത്തിനും നമ്മളുള്ള മറ്റൊരാൾ രക്ഷപ്പെടണം. ഞാൻ മൂലം എൻ്റെ ഭാര്യ രക്ഷപ്പെടണം, ഭാര്യ മൂലം ഞാൻ രക്ഷപ്പെടണം, ഭർത്താവ് രക്ഷപ്പെടണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. പലർക്കും ഇല്ലാത്തൊരു ക്ഷമയാണ്. ഉടൻ തന്നെ എൻ്റെ വിശേഷമായിട്ട് ഇത് കർത്താവ് തരുന്നതാ. അല്ലാതെ നമ്മുടെ മനുഷ്യൻ്റെ ശക്തിക്കോ ബുദ്ധിക്കോ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു കുഞ്ഞിനെ തരണമെങ്കിൽ വചനം പറയുന്നത് സങ്കീർത്തനം 127:3 പുത്രവരോട് സമ്മാനവും മക്കളോടത്ത് ദാനമാണ്. ഈ വചനം എന്നിൽ അഭിഷേകമാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ വചനവും അഭിഷേകമായിട്ട് നമ്മൾ നിറഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം പോകണിയുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനൊരു സമയം 4 വർഷത്തോളം കർത്താവ് അനുവദിച്ചു. ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മറ്റേ മോർണിംഗ് പ്രഗ്നൻസിയിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റൊന്നുമില്ല. മകൾക്ക് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കിയ ആ ഫലം സ്വീകരിക്കാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മകനൊരു ജോലിക്ക് വേണ്ടി മകൻ ആദ്യം ഇവിടെ PSCയുടെ പരീക്ഷ പഠിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും പുറത്തു പോകുന്നില്ല. എൻ്റെ അനിയന്മാരൊക്കെ പുറത്തായിരുന്നു, ചേട്ടൻ്റെ മോൻ പുറത്തായിരുന്നു. അന്നൊക്കെ അവനോട് പറഞ്ഞു, നീ പുറത്ത് പോകണ്ട. ഞാനൊന്നും പോകണില്ല, വീട് വിട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ PSCയുടെ പരീക്ഷ പഠിക്കാമെന്ന് പറഞ്ഞു. PSCയുടെ പരീക്ഷ പഠിച്ചു. പരീക്ഷ പഠിച്ചങ്ങനെ ഇരുന്നു. 3-4 പരീക്ഷയൊക്കെ വെച്ച് റാങ്ക് ലിസ്റ്റുകളൊക്കെ ആയി. പക്ഷെ നിയമനം നടക്കുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുള്ളി തിരിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ആ കോവിഡിൻ്റെ സമയത്താണ് IELTS പരീക്ഷ എഴുതിയത്. ഞങ്ങളാരും അറിഞ്ഞില്ല. റിസൾട്ട് വരുമ്പോഴാണ് ഞാനിങ്ങനെ എഴുതിയെന്ന് അറിയുന്നത്. അപ്പം ഇങ്ങനെ തമാശക്കായിട്ട് ജോലി ബ്രദർ പറഞ്ഞു, നീ ഇവിടെ ഒന്നും നിൽക്കില്ല, നീ ഇങ്ങനെ വിദേശങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ കോവിഡ് ഈ IELTS പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഈ മെസ്സേജ് കിട്ടുന്നത്. ഉടൻ തന്നെ പുള്ളി മറ്റേ കാര്യങ്ങളൊക്കെ എന്നാൽ കാനഡയിൽ പോയി പഠിച്ചേക്കാം, PG എടുക്കാം. കാനഡയ്ക്ക് പോകാനായിട്ട് ആദ്യം വിസ റിജക്റ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിസ വീണ്ടും റിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ ഈ കോഴ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷത്തെ കോഴ്സ് 1 വർഷത്തേക്കായി. അതിനുശേഷം പിന്നെ 1 വർഷത്തെ കോഴ്സോടും എടുത്തപ്പോൾ 2 വർഷത്തെ കോഴ്സൊക്കെ പാസ്സായി. ഇതിനിടയിൽ ദൈവം 2 അനുഗ്രഹങ്ങൾ നൽകി. പുള്ളി പോയി 3 മാസം കഴിഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ സെക്കൻഡ് ഗ്രേഡ് ഓഫീസറായിട്ട് നിയമനം വന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്കൊന്നും പറയാമെന്ന് വെച്ചാൽ ആരോടാ പറയണേ, എന്താ പറയണേ? കാരണം പുള്ളി പറഞ്ഞു, ഞാനെന്തായാലും പോകുന്നു, എന്നെയാണ് ദൈവമാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചേക്കുന്നത്.
അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനകത്ത് തിരിച്ചു വരുന്നില്ല. എല്ലാവരും പറഞ്ഞ മോനോട് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു അടുത്ത PSCയുടെ ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ഈ ഡിസംബർ 15-ാം തീയതി ജോയിൻ ചെയ്യും. പിറവം മുനിസിപ്പാലിറ്റിയിൽ സെക്കൻഡ് ഗ്രേഡ് ഓഫീസറായിട്ട് നിയമനം ഡിസംബർ 15-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യണം. അവിടെ ഡിസംബർ 31-ാം തീയതി ക്ലാസ് തീരുള്ളൂ. പിന്നെ എങ്ങനെ വരും? എക്സ്റ്റൻഷൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഇതിനിടയിൽ പാസ്പോർട്ട് കൊടുക്കണം, ILTC പരീക്ഷ എഴുതണം. ഇപ്പോൾ അവിടെ നിയമങ്ങളൊക്കെ മാറി. ILTC പരീക്ഷ എഴുതാൻ ആദ്യം പാസ്പോർട്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് അവിടെ നിന്ന് 6 മാസം കഴിഞ്ഞാൽ പാസ്പോർട്ടിന് പുതിയ ഫോട്ടോ എടുത്ത് കൊടുക്കണം. നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലും 3 ദിവസം കഴിഞ്ഞാലും ആ പഴയ ഫോട്ടോ തന്നെ കൊടുക്കുള്ളൂ. അവിടെ അങ്ങനെയല്ല, 6 മാസം കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് പിന്നെ എനിക്ക് പുതിയ ഫോട്ടോ കൊടുക്കണം. അപ്പോൾ അത് രണ്ടാമത് ഫോട്ടോ കൊടുക്കാൻ ഇപ്പോൾ ILTC പരീക്ഷയുടെ സമയമാണ്. അപ്പോൾ ILTC പരീക്ഷ എഴുതിയിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പാസ്പോർട്ട് വന്നു. പാസ്പോർട്ട് വന്നതിന് മുമ്പ് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആയി. അല്ല സാർ അതിന് പറഞ്ഞ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നാൽ പിന്നെ പാർട്ട് ടൈം പണിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 2 ആഴ്ച പഠിച്ച് പാർട്ട് ടൈം പണിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പുള്ളിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിന് കഴിഞ്ഞ് അടുത്ത നടപടിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ കർത്താവ് എന്താണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വഴി എന്താണെന്ന് വെച്ചാൽ അവിടെ തുറന്നു കൊടുത്തോളും. അവന് വേണ്ടത് എന്താണെന്ന് കർത്താവ് സംഭവിക്കും. നമ്മൾ പ്രാർത്ഥനയിലിരിക്കുക. നമ്മൾ ഒന്നിനെപ്പറ്റി വേവലാതിപ്പെടണ്ട. പലരും പറഞ്ഞു അവനോട് തിരിച്ചു വിളിക്ക്, അവനോട് ഒന്നുകൂടെ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. മാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞു, കർത്താവിൽ തന്നെ ഇങ്ങോട്ടും വിട്ടേക്കണത്. അപ്പം പിന്നെ അതിൻ്റെ മുമ്പിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ജോലിയുടെ കാര്യം മറ്റാർക്കും അറിയില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇനി ഓരോ റാങ്ക് ലിസ്റ്റോടും വരാനുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇതൊക്കെ റാങ്ക് ലിസ്റ്റ് ആദ്യം വന്നതാ. പക്ഷെ സർക്കാർ നിയമനം നടത്തില്ല. അതിന് പുള്ളി പോകില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഇനിയിപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ മകൻ്റെ എഴുത്തനുസരിച്ച് ഞാൻ വിട്ടുകൊടുത്തു. നമ്മൾ പ്രാർത്ഥന കൊടുക്കുന്നു. നമ്മൾ ഒന്നിനെ പറ്റി കർത്താവിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രേയസ്സായിരിക്കും. ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവവത്തെയാണ്. ഈശോ ജ്ഞാനത്തിനും പ്രായത്തിനും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതി വളർന്നു വന്നതുപോലെ എൻ്റെ മകനും അവിടെ വളരും. ആത്മീയമായി ശാരീരികമായി എല്ലാ വിധത്തിനും കാത്തു സംരക്ഷിക്കണം. ഇതാണ് നമുക്കുള്ളൊരു പ്രാർത്ഥന. സന്തോഷമാണ്. എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വേളാങ്കണ്ണിയിൽ വരാൻ പറ്റിയത് തന്നെ കാരണം ചേച്ചി ദേവസ്വത്തിൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഗ്രഹമായിരുന്നു മാതാവിനെ കാണണം എന്നുള്ളത്. വളരെ സന്തോഷമായി. ഇനിയും ഈ കൂട്ടായ്മയിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അസുഖമില്ലാത്ത കുഞ്ഞു മക്കൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഈശ്വരൻ ജനിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും വരാൻ എൻ്റെ മാതാവ് എന്നെ സഹായിക്കട്ടെ. പിന്നെ ബ്രദർ ഇന്നലെ എനിക്ക് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മോൾക്ക് കല്യാണം ഇതായിട്ട് നടക്കാനൊക്കെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. പിന്നെ സന്തോഷം കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ഒത്തിരി വർഷങ്ങളായി ഞാൻ വേളാങ്കണ്ണി മാതാവിനെ കാണാൻ പറ്റുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് സാധിച്ചില്ല. ആരെങ്കിലും അവിടുന്ന് പോരുമ്പോൾ ഞാൻ വഴിപാട് കൊടുത്തുവിടുമായിരുന്നു, മാതാവിനെ സമർപ്പിച്ചേരെ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു. അമ്മയെ കണ്ടു, സന്തോഷമായി. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഇന്നലെ കുർബാനയ്ക്ക് കൂടി, ഇന്ന് കൂടി അച്ഛൻ ഇങ്ങനെ തലയ്ക്ക് പിടിച്ചു, കുരിശ് വരച്ചു. എനിക്ക് സാധാരണ ഇങ്ങനെ വണ്ടിയിലൊന്നും വന്ന് എനിക്ക് തലവേദന ഛർദ്ദിയൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെയൊന്നും പോരാനില്ല. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ന് വരെ സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു. നമ്മുടെ ഈ വണ്ടിയിലുള്ള യാത്രയ്ക്കും നമ്മുടെ വയറിനും എല്ലാ അതാത് സമയത്ത് നല്ല ഭക്ഷണമായിരുന്നു. ആർക്കും ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഛർദ്ദിക്കുകയോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ വരെ ഇന്ന് വരെ ഈ സമയം വരെ സന്തോഷമായിരുന്നു. ചേട്ടാ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ മീൻകറിയൊക്കെ വളരെ ഇഷ്ടമായി എനിക്ക്. ഇനി അടുത്ത പ്രാവശ്യം പോലൊക്കെ തന്നെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഒത്തിരിയേറെ സഹായങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് 2 മക്കളുണ്ടായതിനു ശേഷമാണ് ഞാൻ ശരിക്കും പള്ളിയിലൊക്കെ പോയി തുടങ്ങിയത്. എൻ്റെ
മക്കളുടെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവരുടെ ജോലി, ഒരാളുടെ വിവാഹം, അയാളുടെ പ്രസവം എന്നുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും മുൻപും ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വേളാങ്കണ്ണി മാതാവിൻ്റെ മധ്യസ്ഥം കൂടാതെ എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും ഞാൻ നേടിയിട്ടില്ല എന്നുള്ള വിശ്വാസക്കാരനല്ല. ഞാൻ ആകെ ഇത്തവണ ഡിസംബറിൽ മാത്രമാണ് ഈ വചന കൂട്ടായ്മയിലല്ലാതെ വേളാങ്കണ്ണിക്ക് ഒരു പ്രാവശ്യം പോയത്. അത് ജോബിച്ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ചീറ്റിപ്പോയി. അത് കാരണമാണ് ഓടിയപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും പ്രത്യക്ഷമായിട്ട് പറയാനൊന്നും എനിക്കില്ല, എനിക്കറിയില്ല. വേളാങ്കണ്ണിയിൽ വരിക, എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക, പോവുക, ദേവസ്വയുടെ ഭക്ഷണമോ കഴിക്കുക, അതാണ് ആ ഒരു ധൈര്യമുള്ളത്. കാരണം വയറിന് പേടിക്കേണ്ടതാ. എല്ലാവരും സൗകര്യം കിട്ടുന്നതനുസരിച്ചൊക്കെ മാതാവിൻ്റെ അടുത്ത് വരിക, പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ വാങ്ങുക. ഓർക്കുന്നവരൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. സാക്ഷ്യമൊന്നും പറയുന്നില്ല എന്നോർത്ത് അവൻ അംഗീകരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ തെറ്റ് ചെയ്തതുപോലെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്, പക്ഷേ എനിക്കതൊട്ടും ഹാപ്പി അല്ലാതെ പോയതാണ്. അന്ന് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന കൂടെ എൻ്റെ 2 മക്കളുണ്ടായിരുന്നു, എൻ്റെ സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മാത്രം മതിയെന്ന് മാത്രമേ അമ്മയെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കോപമായിരുന്നു, കാരണം ഇതൊന്നും അല്ല അന്തരീക്ഷം. പക്ഷെ ഞാൻ പോരാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പോയിരുന്ന ആ ദിവസം പോലെ എന്നോട് ചോദിച്ചു, ബീന നീ പോകുന്നുണ്ടോ? നീ തന്നെയാണ്, ഈ ഒരു മുഖം മാത്രമാണ് നിനക്ക് പരിചയമുള്ള മുഖമുള്ളൂ, ബാക്കി ആരും നിനക്ക് പരിചയമില്ലാത്തതാണ്, നീ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ ബസ്സിൽ കയറിയത് മുതൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നു, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ധൈര്യമായി കിടന്നുള്ളൂ, ഇപ്പോൾ ഒരു പ്രശ്നവും എനിക്ക് ഇവിടെ ഇല്ല എന്ന് പറയണം. രാവിലെ വിളിക്കണം, പുള്ളിയൊരു മെസ്സേജ് അയക്കണം. ഞാൻ പറഞ്ഞു, എന്നെ ഇനി വിളിക്കണ്ട, ഞാൻ പുള്ളി അങ്ങനെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ആള് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത്. എനിക്കിങ്ങനെ യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ട വലിയ കുഴപ്പമില്ലാത്തതാണ്, പക്ഷെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാവാതെ പിന്നെ കുരിശിൻ്റെ വഴി ഞാൻ ചെയ്തത് ഞാനിത് ചെയ്തില്ല എന്നൊക്കെ കുഴപ്പമുണ്ടാ, എനിക്ക് പറ്റുന്നത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് സ്ഥലം മാത്രമേ എനിക്ക് കയറാൻ പറ്റാതിരുന്നുള്ളൂ, ബാക്കി കയറാനും അതിനെല്ലാം സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ മാത്രമാണ്. എനിക്കിത് വരാൻ പറ്റിയത് തന്നെ വലിയൊരു കൃപയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഒരു ബോഡി പെയിനോ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഇത്ര രാത്രി 7 വരെയല്ലേ, എനിക്ക് വലിയ പേടിയൊന്നുമില്ല. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലെത്തപ്പെടുമെന്നുള്ള മനസ്സ് ഭയങ്കര ധൈര്യം എനിക്കുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ അവന് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യം കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ എത്താറാകുമ്പോഴത്തേക്ക് എന്തായാലും വിളിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്ത് തെറ്റ് ചെയ്യുന്നു, ഞാൻ പറയാത്തത് ഒരു തെറ്റല്ലേ. ഇത്രയും സന്തോഷമായി പോയി വന്നിട്ട് പറയാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തെറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്നത് പോലെയാണ്. ഞാൻ വളരെ സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും സുഖമാണോ? എങ്ങനെയുണ്ട് യാത്ര? തീർത്ഥയാത്രയോ വിനോദയാത്രയോ നല്ലത്? പറയുന്ന മക്കൾ പറയേ, തീർത്ഥയാത്രയാണോ വിനോദയാത്രയാണോ നല്ലത്? ഇത് വിനോദയാത്രയാണോ വേണ്ടത്? നല്ലത് അത് വേണ്ട. തീർത്ഥയാത്രയാണോ വിനോദയാത്രയാണോ? ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. ഏതും നല്ലതെന്ന് പറയുന്നത് തീർത്ഥയാത്ര അല്ലേ? ഞാനൊരു സത്യം പറയാൻ പോവാണ്. എനിക്ക് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെൻ്റെ ജീവിതത്തിലുണ്ടായാലും എൻ്റെ വേളാങ്കണ്ണി മാതാവേ എന്ന് പറയുള്ളൂ. എൻ്റെ വേളാങ്കണ്ണി മാതാവേ എന്ന് പറയാൻ എനിക്കൊരു വലിയൊരു കഥയുണ്ട്. എൻ്റെ അപ്പച്ചൻ ഞാൻ ഇതിനു മുമ്പ് കഥ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ കേൾക്കാത്ത മക്കൾക്ക് വേണ്ടി പറയുന്നതാണ്. എൻ്റെ അപ്പച്ചൻ വലിയൊരു അത്യാവശ്യം ഞങ്ങൾക്ക് ജീവിക്കുന്നതിൻ്റെ സാമ്പത്തികം ഉണ്ടായി, പക്ഷേ നന്നായിട്ട് മദ്യപിക്കുന്ന ആളുമായിരുന്നു. അപ്പം അപ്പച്ചൻ്റെ മാതാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വേളാങ്കണ്ണി മാതാവിനെ. എനിക്ക് ഓർമ്മയുള്ള 6ാം ക്ലാസ്സിൽ തുടങ്ങി ഞങ്ങൾ മക്കളെയും അമ്മേനും വേളാങ്കണ്ണിക്കുള്ളൂ. വേളാങ്കണ്ണി കൊണ്ടുപോയിട്ട് നേരെ കപ്പൽ പള്ളിയുടെ അവിടെ ഞങ്ങൾ പള്ളിയകത്ത് ഇരുത്തിയിട്ട് പുള്ളി മദ്യപിക്കും. ആ അപ്പച്ചനെ
ഞങ്ങൾ പിന്നെ കാണുന്നത് മദ്യം കഴിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിക്കും. എന്നാലും എനിക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞ് വർഷത്തിലേക്ക് കൊണ്ടുപോയി 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, മാതാവേ എന്തിനാണ് ഞങ്ങളിങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്? വീട്ടിലോ ഞങ്ങൾ അപ്പച്ചൻ്റെ മദ്യപാനം കൊണ്ട് മടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ തുടങ്ങി വണ്ടി പോകുമ്പോൾ ഞങ്ങൾ അപ്പം കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ എന്തിനാ മക്കളെ കൊണ്ടുവരുന്നത്? അപ്പോൾ മാതാവിൻ്റെ മുൻപിൽ, അതായത് നിങ്ങൾക്കറിയാം കഞ്ചിക്കോട് റാണി എന്ന് പറഞ്ഞിട്ട് റാണിക്ക് മാതാവ് കൊന്ത കൊടുത്ത സ്ഥലമാണ്. നേരെ കപ്പൽ പള്ളിയുടെ അവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വെച്ചാണ് റാണിയുടെ സിസ്റ്ററെ മൊത്തം ഇട്ടത്. അവിടെ ആ സ്ഥലത്ത് ചെന്നിരുന്ന് ഇന്നും ഞാൻ അവിടെ ചെന്ന് ചെയ്യാൻ മുട്ടുത്തി പ്രാർത്ഥിച്ചിട്ട് പോലുള്ളൂ. അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് ജപമാല ചൊല്ലി. അന്നേരം ഞാൻ മാതാവിൻ്റെ കയ്യിലൊരു നിയമം കൊടുത്തു. അപ്പോൾ എൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഞാനാണ് വീട്ടിൽ മൂത്തത്. എന്നെ ഉടനെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഈശോയുടെ മാതാവിന് ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങി. ഞങ്ങളുടെ സമയം ഞായറാഴ്ച 3 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. അപ്പോൾ ഗെത്സമനിൽ ഉള്ള ഈശോയുടെ ചിത്രമുണ്ട്. ഞാൻ നേരത്തെ ചെല്ലും പള്ളിയിൽ. സിസ്റ്റേഴ്സായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കപ്പോൾ കല്യാണാലോചനകളൊക്കെ വരിക. ഞാൻ ഈശോയോട് വന്ന്, ഈശോയെ എൻ്റെ അപ്പച്ചൻ മദ്യപാനിയാണ്, എനിക്കൊരു മദ്യപാനിനെ തരരുത് കേട്ടോ, ഞാനത് ഒത്തിരി വിഷമിച്ചേക്കുന്നതാന്നു. അത് ഞാൻ സത്യം പറഞ്ഞതാ. ആ പ്രാർത്ഥന ഈശോ ശരിക്കും കേട്ടു. നമ്മൾ എവിടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാലും നിങ്ങൾ കേൾക്കും മക്കളെ. അത് 81 കാലഘട്ടത്തിലാണ്. ഈ 81 കാലഘട്ടത്തിലാണ് ദേവസ്വം ബ്രദറിനെ പാൻക്രിയാസിന് വലിയ സർജറി ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ ഇച്ചിരി മദ്യപിക്കായിരുന്നു പുള്ളി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ദേവസ്വം ചേട്ടൻ ഒരു മദ്യം കഴിക്കാൻ പോയിട്ടും മദ്യം വിളമ്പുന്ന വീട്ടിൽ, ഞങ്ങളുടെ വീടുകളിലൊക്കെ മദ്യം ഉണ്ട്, ആ മദ്യം വിളമ്പുന്ന വീട്ടിൽ പോലും ആ ഫംഗ്ഷന് പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പം ആരാ എനിക്ക് തന്നത്? എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകനായ യേശു എനിക്ക് തന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉത്തരം. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ദിവസേനൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടി കൂടും. നിങ്ങളുടെ മുമ്പിൽ ദിവസമായിട്ടും നല്ലതാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എൻ്റെ മുമ്പിൽ തീർക്കും. അപ്പോൾ ഞാനും പക്ഷെ എല്ലാവരും പറയും എന്തിനാണ് ഈ ചേട്ടൻ ഇത്രയും നല്ലതല്ലെന്നൊക്കെ പറയും. അങ്ങനെ മാതാവിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ജീവിത പങ്കാളി കിട്ടി. കുടുംബം സന്തോഷമായിട്ട് പോകുന്നു. ഞങ്ങൾക്കൊരു മകൻ 81 കല്യാണം കഴിഞ്ഞു. 83 ഞങ്ങൾക്ക് 84 മകനുണ്ടായി. അപ്പം ഞാൻ ഇവരുടെ വീട്ടിൽ നല്ല ചെറുപ്പത്തിലേ വന്നായിരുന്നു. നല്ല ചെറുപ്പത്തിൽ എനിക്ക് ഒരു 26 വയസ്സിൽ എൻ്റെ നട്ടലിന് വലിയ ഓപ്പറേഷൻ ചെയ്യാം. അതോടുകൂടി എനിക്ക് പിന്നെ ഡെലിവറി ഒന്നും പാടില്ലായിരുന്നു. ഞാൻ തളർന്നു പോയി. പിന്നെ എൻ്റെ ദേവസ്വയുടെ ഒത്തിരി എന്നെ നോക്കി. ദേവസ്വയുടെ തന്നെയല്ല ദേവസ്വയുടെ കുടുംബം. കാരണം ദേവസ്വയുടെ വീട്ടിൽ ഞാൻ മുമ്പതായിട്ട് വന്ന കാരണം ഞങ്ങളുടെ അമ്മയും അപ്പനും പിരിഞ്ഞു പോയി. പക്ഷെ നല്ലൊരു അമ്മയും അപ്പനും ആയിരുന്നു. ഞങ്ങളൊക്കെ പൊന്നുപോലെ നോക്കുക. അനിയത്തി, പിന്നെ വേറൊരു അനിയൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ അത്രയും സഹകരിച്ച് ജീവിച്ചു പോകുന്ന കുടുംബം. അപ്പോൾ ഞങ്ങൾക്ക് സഹകരണം ഉണ്ടെങ്കിലും അതിലേറെ ദുഃഖങ്ങളും ഉണ്ട്. പിന്നെ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ദുഃഖം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർക്കുക, ഇന്നലെ എനിക്ക് ഇത്രയും വർഷത്തിനിടയിൽ ഒരു കൗൺസിലേഴ്സും തരാത്ത ഒരു പോയിന്റ്. അതായത് ഞാൻ പല കൗൺസിലേഴ്സിൻ്റെ അടുത്തും പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞങ്ങളുടെ റൂമിൽ ഈ അക്രവിശ്വാസങ്ങൾക്ക് വേണ്ടി ജോയിബ്രർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോയിബ്രർ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ ഒന്നിൻ്റെ ബ്രദറെ വിളിക്കും, അല്ലെങ്കിൽ ബ്രദറെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കങ്ങനെ സൗഖ്യം കിട്ടാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തിനാണ് ദേശിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കണമെന്നോ. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാൻ, അതായത് എനിക്ക് ശാരീരിക ആരോഗ്യസ്ഥിതിയുടെ ഇതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ ചെന്നത്. കാര്യം എൻ്റെ നട്ടലിന് പിടിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ജോയ് ബ്രദർ, ഞാൻ അപ്പം നിങ്ങളുടെ മുമ്പിൽ ആ രഹസ്യം വെളിപ്പെടുത്താം, ഞാൻ പറയില്ല എന്ന് വിചാരിച്ചതാ. ജോയ് ബ്രദറിന് ഈശോ ഒരു വലിയൊരു സത്യം കാണിച്ചു കൊടുത്തു. ആ സത്യം ഉള്ളത് തന്നെ ഞാൻ പൊട്ടി കരഞ്ഞു പോയി. ജോയ് ബ്രദറിന് മെസ്സേജ് കിട്ടിയപ്പോൾ ആർക്കും അറിയില്ല, എൻ്റെ ജീവിത പങ്കാളിക്കൊന്നും അറിയില്ല. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ആരോടും വെച്ചാൽ ജീവിത പങ്കാളിയോട് നമ്മൾ എല്ലാ രഹസ്യങ്ങളും പറയുന്നത്, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ വന്നിട്ട് എനിക്കിത് കേട്ടപ്പോൾ യേശുവെ ഞാൻ കേട്ടപ്പോൾ ഞാനോട്ട് 10-14 വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച മഹാസത്യമാണത്. എന്നോട് ജോയ് ബ്രദർ എടുത്ത് ചോദിക്കുക, ഡേയ്സി ചേച്ചി എന്തിനാ ടോയ്ലറ്റിൽ കയറി എന്ന് കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു കാണിക്കില്ല. മക്കളുടെ മുമ്പിൽ ഞാൻ വളരെ സന്തോഷവതി, പങ്കാളിയുടെ മുമ്പിൽ വളരെ സന്തോഷവതി. ദുഃഖമുണ്ടെങ്കിൽ ബാത്റൂമിൽ കയറി കരയും. അത് ജോയ് ബ്രദറെ ഈശോ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ വലിയൊരു സന്ദേശം വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് കഴിയുമ്പോൾ സകല ജീവിതത്തിൽ അന്നേരം എന്നോട് കഴിക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു ചെറിയൊരു പാട്ടിൻ്റെ വരി വരികയാണ് സകല. അപ്പം ഞാൻ ജോലികളോട് കുളിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കല്ലിങ്ങനെ മുക്കിന്ന് ഇടയ്ക്ക് ബ്ലഡ് പോകുന്നതുണ്ട്. ഞാൻ കുളിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തുപ്പുന്നത് ബ്ലഡ്, മുക്കിന്ന് ബ്ലഡ്, എൻ്റെ ഷോൾ മൊത്തം നനഞ്ഞു ആയി. ബാത്റൂമിൽ എൻ്റെ കൂടെ ഉണ്ടായി 2 പേര് കണ്ടിട്ട് അവിടേക്കാണോ ബാത്റൂമിൽ കഴുകി കളഞ്ഞതായി ഇങ്ങനെ പോകുന്ന പറഞ്ഞിട്ട് എനിക്കത് അങ്ങനെ ഇടയ്ക്കുള്ളൊരു അസുഖമാണ്. നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ യാതൊരു തരത്തിലും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട്, നട്ടലിന് എല്ലാ വക രോഗങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെങ്ങനെ ദൈവം വഴി നടത്തും. അപ്പം ഞാൻ ഓർത്തു സകല ജീവിതത്തിൽ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട് സഹിതം നിനക്ക് പരമാണോ എന്നോമൽ കുഞ്ഞ്. ആ വരി എൻ്റെ മനസ്സിൽ ഞാൻ ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ അതുപോലെ തന്നെ അപ്പം ഞാൻ ഓർത്ത് അത് ശരിക്കും ഈശോ എനിക്ക് കാണിച്ചു തന്നൊരു മേഖല. ഞാൻ ഇടയ്ക്ക് അങ്ങനെ കരയാറുണ്ട്. പിന്നെ ഈ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഈ യാത്ര ചോദിക്കുന്നത് നമുക്ക് 3ാമത്തെ ട്രിപ്പ് അത് ചേഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം അതായത് ജനുവരിയിലെ ഡിസംബറിൽ നമ്മൾ പോകുന്നില്ല. ആ 3ാമത്തെ വെള്ളിയാഴ്ച അതും ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ജനുവരി 17-ാം തീയതി ചേഞ്ച് ചെയ്തു. പിന്നെ 31-ാം തീയതി വന്നു. ഈ 31-ാം തീയതി വന്നപ്പോൾ ഇതിൽ പല മക്കൾ വന്നിട്ടുണ്ട്. അതായത് 14-ാം തീയതി വന്നതാണ് ഭാഗ്യോ, 16-ാം തീയതിയാണ് ലിജോ വന്നത്. അപ്പോൾ അതുപോലെ പിന്നെ ഞങ്ങളുടെ ആലീസിനാണെങ്കിൽ കൊച്ചിൻ്റെ ലാസ്റ്റ് ഇയറിലെ എക്സാം നടക്കുക. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു എടി അവൾക്ക് പരീക്ഷ ആവുമ്പോൾ എന്താ ചെയ്യണേ, നീ അന്ന് ഈ തവണ പൊക്കോ, ഞാൻ അടുത്ത തവണ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തത് അവളൊക്കെ വയ്യാത്ത കാര്യം ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ളൊരു അവസരം മാതാവ് ഒരുക്കി തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 31-ാം തീയതി നമുക്ക് ഇത് ചേഞ്ച് ചെയ്തത്. ജോയി ബ്രദർ പറഞ്ഞു 31-ാം തീയതി ഡേയ്സിനെ 10 പേരോ ഉള്ളെങ്കിലും പോയിരിക്കുന്നു പറഞ്ഞു. നിങ്ങൾ നോക്കി വണ്ടിയിൽ ഇരിക്കാൻ സ്ഥലമുണ്ടോന്ന്. അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പ്, അനുഗ്രഹിക്കപ്പെട്ട വാഹന കൂടാരം നമ്മൾക്കിതെല്ലാം മതം ഒരുക്കി തന്നതാണ്. സ്ഥലവും പിന്നെ ഞങ്ങൾക്കുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയ് ബ്രദർ പോവണ്ടെന്നല്ലാട്ടോ പറയുന്നത്. ജോയ് ബ്രദർ ഇവിടുന്നൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആകെ തകർന്നു പറയും. പിന്നെ നയിക്കാനായിട്ട് വേറെ 3-4 സംഘടനകളൊക്കെ ഉള്ളു. അതായത് ബിജു, ദേവസേട്ടൻ, ജോസേട്ടൻ ഉള്ളവരൊക്കെ മാറി മാറി നടക്കുക. അപ്പം നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ പോകണ്ടെന്ന് പറയില്ല. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്നാലും നമുക്കും വേണമെന്ന് പറയും. എന്നാലും നമ്മുടെ ഗ്രൂപ്പ് ആത്മീയ നിലനിൽപ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയാൻ വന്നത് നിങ്ങൾ കണ്ടിരുന്നോ ഈ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞു മക്കൾ തുടങ്ങി ഇവര് 2 കുടുംബം അവർ വചനം പറയണ്ടുണ്ട്. നമ്മൾ ദിവസത്തിൽ ഒരു വചനമെങ്കിലും പഠിക്കാൻ നോക്കണമെന്നുണ്ട്. കാരണം ഈ അതായത് ബെന്നി കുടുംബം, ബിജു കുടുംബം, അവരുടെ കുടുംബമാണ്. അവർ എത്ര ഞങ്ങൾ കൂട്ടായ്മ ചെയ്തിട്ടുണ്ടെങ്കിലും ജോയ് ബ്രദറെ വചനം എടുക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു വയ്ക്കും. അത് ഞാൻ അവർ പുകഴ്ത്തുന്നതല്ല, അത് ഈശ്വരൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നതാ. ബെന്നി കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയുടെ കുടുംബം, ബിജുവിൻ്റെ കുടുംബം. ഈ മക്കളൊക്കെ വചനം പറഞ്ഞുകൊണ്ടോ നമുക്ക് ആർക്കും അങ്ങനെ സാധിക്കുക. അപ്പം നമ്മൾ ശരിക്കും വചനത്തിൽ ആഴമായിട്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ടും വചനം പഠിക്കണം. നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ കുറച്ച് നേരം ബൈബിൾ വായിക്കണം. ഒരു വചനമെങ്കിലും നമ്മൾ ബൈഹാർട്ടാക്കണം ജീവിതത്തിൽ. പിന്നെ നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഗ്രൂപ്പ് ഒരിക്കലും തകർന്നു പോകാതിരിക്കാൻ ആത്മീയ നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഇനിയും വളർത്തണം. അനേക മക്കളെ ഇപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചോദിക്കുമ്പോൾ ഒത്തിരി പേര് യൂറോപ്യൻ കണ്ടറിലും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി മക്കൾ പോയിട്ടുണ്ട്. അവരെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ധ്യാനത്തിനൊക്കെ അച്ഛന്മാർ പറയണ മാതിരി നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു നന്മ നടത്താൻ പറയും. ഇതിന് പ്രാർത്ഥിക്കാൻ കൈവക്കാൻ പറയുന്ന മാതിരി പള്ളിയിലൊക്കെ അച്ഛന്മാർ കൈവക്കി വരും എന്ന് പറഞ്ഞ മാതിരി ഒരു ദിവസമെങ്കിലും ഒരു നന്മ നടത്തണമേ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുക. അപ്പോൾ അത് നിലനിൽക്കും. അല്ലെങ്കിൽ എല്ലാം ശൂന്യമായി പോകും. പിന്നെ ദേവസ്വം ഭക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പുകഴ്ത്തിയില്ല. ദേവസ്വന്റെ ഭക്ഷണം പറഞ്ഞ് പോയിട്ടില്ല. മീൻകറി വെച്ച വ്യക്തി ചേച്ചിയാ. ആരുണ്ടായില്ല ചോദിച്ചോക്കെ. ദേവസ്വന്റെ പാകുന്ന കുട്ടികളല്ല. അതെ ദേവസ്വൻ പറഞ്ഞതേ മീൻകറി ചീത്തയാവാണ്ടിരിക്കുന്ന പുളി കൂടുതലുണ്ടോ. പിന്നെ ഡേസി ചേച്ചിക്ക് ഒരു പണി ആദ്യം തുടങ്ങി. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പം നമ്മളൊരു 2-3-4 തവണയായി മീൻകറി ഇങ്ങനെ കണക്കിൽ തുടങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ. അതായത് അവിടുത്തെ കിച്ചണൊക്കെ
റെഡി ആയതിനു ശേഷമാണ് മീൻകറി ഇപ്പം ഇങ്ങനെ വെക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് നമ്മൾ മോരുകറി ഉണ്ടാക്കി കൊണ്ടുവരാറ്. ആ മോരുകറി ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ പുളി കൂടും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ടേസ്റ്റ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. 15 തേങ്ങ ഞാൻ മോരുകറിക്ക് അരയ്ക്കുന്നത്, 10 ലിറ്റർ തൈരും. അപ്പം ഞാൻ കർത്താവെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ ഇതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചോ. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം ആ നേരത്തൊന്നും നമുക്ക് ചിലപ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ഈ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വർഗീസ് വന്ന ബ്രദറുണ്ട്. അവൻ വന്നിട്ട് എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്ക് ആരും ഇല്ലാണ്ടിക്കും നമ്മൾ തന്നെ ഒറ്റപ്പെടുമ്പോഴേ അങ്ങനെ. അപ്പം ഓരോന്നും മാതാവ് നിമിത്തമായിട്ട് മാറ്റി തന്നു. മീൻകറി നല്ലതാണ് ഞാനും പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടുത്തെ കറിക്കൊന്നും കൂടിയില്ല കേട്ടോ. നിങ്ങൾ അച്ഛനും കായോ നല്ലതാന്ന് പറഞ്ഞു. അതൊക്കെ ദിവസം കഴിവ് കേട്ടോ. ഞാൻ ഇവിടുന്ന് പറഞ്ഞു എനിക്കൊരു പങ്കും വേണ്ട. പിന്നെ വേറെ ഒന്നും എപ്പോഴും പറയാനുള്ളത് പ്രാർത്ഥിക്കുക, നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ വചനം പഠിക്കാൻ നോക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ പിള്ളേർ പറഞ്ഞ പോലെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ കുടുംബ പ്രാർത്ഥന പറയാൻ നേരത്തെ ആരും ചെന്നിരിക്കരുത്. തുടങ്ങുമ്പോൾ ദേവസ്വചേട്ടനൊരു കട്ടായുണ്ട്. എവിടെ എന്ത് പോയി കഴിഞ്ഞാൽ 8 പിള്ളേർ മുകളിലാണെങ്കിലും താഴെ നിന്ന് കൈകൊണ്ട് 8:30 മണിയാവുമ്പോൾ കുടുംബ പ്രാർത്ഥന 8:30 വീട്ടിൽ എന്ത് പണി കണ്ടാലും എത്തിച്ചിരുന്നോളണം. അതിന് മുമ്പുള്ള പണി കഴിച്ചോളണം. ആ ഒരു കട്ടായി ഞങ്ങൾക്ക് ഉള്ളത് ദേവസ്വത്തെ ഭാഗത്ത്. പിന്നെ 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ പ്രാർത്ഥിക്കും. എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഞാനും കുറച്ചങ്ങനെ പ്രാർത്ഥനയിലൊക്കെ അങ്ങനെയുള്ള തീക്ഷ്ണതയെ കൊണ്ടൊക്കെ പോകുന്നു. ആരോഗ്യം അങ്ങനെയൊക്കെ വീട്ടില്ല. പിന്നെ വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കുക, വചനം പഠിക്കുക, വചനത്തിൽ നിലനിൽക്കുക. പിന്നെ കുഞ്ഞുമക്കളൊക്കെ വചനം പറഞ്ഞ പോലെ നമ്മളൊരു വചനം ഇങ്ങനെ പഠിക്കാൻ നോക്കുക. ക്രൈസ്തലോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കൈ കുത്താണ്ട് പോകണമെന്ന്. ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് അധികം വേദനയൊന്നും അല്ലാണ്ട് തന്നെ കൈ കുത്താണ്ട് തന്നെ മൊത്തം കയറാൻ പറ്റി. അത് ഞാൻ നന്ദി പറയുന്നു. ബാക്കിയെല്ലാം ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. പിന്നെ ബാക്കി ഞാൻ വന്നപ്പോൾ നിയോഗം പറഞ്ഞിരുന്നു ചെറിയ ഭയമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി അതൊക്കെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ കൂടി മുന്നോട്ട് പോകുന്നു. എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 116:12-13 വചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഇനിയാൾ തീരാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും അനുഗ്രഹം ഈ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചതാണ്. ഞങ്ങളുടെ അപ്പനെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയോട് ചേരാൻ സാധിച്ചത്. ആ നിമിഷം തൊട്ട് ആദ്യമൊക്കെ ചേട്ടായി കൂട്ടായ്മയുടെ ഭാഗമായി. അപ്പോൾ ചേട്ടായി വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു വീട്ടിലിരിക്കുമ്പോൾ. എന്നിരുന്നാലും ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. കാരണം വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ആദ്യം അപ്പൻ മരിച്ചു, പിന്നെ അമ്മ കിടപ്പായി. ആദ്യം ഞാൻ വന്നുകൊണ്ടിരുന്നു, അപ്പോൾ അമ്മ കിടപ്പായി. അപ്പോൾ വരാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യസമയം ചിലപ്പോൾ അവിടുന്ന് ഓഡിയോ അയച്ചു തരും. അപ്പോൾ അത് കേട്ട് ആ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ശരിക്കും സങ്കീർത്തനം 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. എനിക്കും ഒത്തിരി വാശിയും ദേഷ്യവും അതുപോലെ ഒത്തിരി നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ അമ്മ കിടപ്പയിൽ ആയതിനെ തുടർന്ന് ഒത്തിരി വിശദീകരിച്ചു. അമ്മയുടെ വിശദീകരണം നടന്നു, എൻ്റെ വിശദീകരണം നടന്നു. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയോടും അമ്മൻ്റെ പ്രാർത്ഥനയും കൂട്ടായ്മയുടെ മൊത്തം പ്രാർത്ഥന അമ്മയുടെ ആ കിടപ്പിൻ്റെ സമയത്ത് മരണം വരെ ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഈ യാത്രയിൽ ഈ പറഞ്ഞോളം ഞങ്ങൾ കഴിഞ്ഞ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് വരാറുള്ളത്, എല്ലാ പ്രാവശ്യം വരാറില്ല. അപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മോൾക്ക് മോഡൽ എക്സാം, പിന്നെ രണ്ടാമത്തെ ഡേറ്റ് പറഞ്ഞപ്പോൾ കൊച്ചിന് എക്സാം. അപ്പോഴും പോകുമെന്നറിയില്ല. കാരണം ചേട്ടയുടെ പറഞ്ഞ ചേട്ടൻ സമ്മതിക്കാതിരിക്കുമെന്ന് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ തടസ്സം ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നാലും ചേച്ചി ചോദിച്ചു നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും അറിയില്ല, ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ദൈവത്തിൻ്റെ കൃപ കുറേ പേര് വരാനുള്ളതും കൂടി കാരണമാവാം. ഏതായാലും ഈ ഡേറ്റൊക്കെ മാറ്റി വെച്ച് ഈ ഡേറ്റിലേക്ക് ആക്കിയപ്പോൾ മക്കളുടെ എക്സാമിനേഷനും കഴിഞ്ഞു. അപ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും മാറി ഞങ്ങൾക്ക് ചേച്ചിയും കുടുംബവുമായിട്ട് വരുവാനായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ചേട്ടനാണെങ്കിലും ഈ യാത്രയ്ക്ക് വരുവാനായിട്ട് സാധിച്ചതിന് ഏറ്റവും അധികമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഈ വാഹനത്തിൽ കയറിയ നിമിഷം തൊട്ട് ഓരോ നിമിഷങ്ങൾക്കും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പം ടോക്കിലൂടെ ഒത്തിരിയേറെ പഠിക്കുവാനും വചനം അറിയുവാനും സാധിച്ചു. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന. ശരിക്കും മുട്ടിന് നല്ല വേദനയുണ്ട്, ചില സമയത്ത് നടുവിന് വേദനയുണ്ട്. അപ്പോൾ ഈ കുരിശിൻ്റെ വഴി തുടങ്ങിയതിനേക്ക് മുമ്പ് മുട്ടിന് നല്ല വേദനയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വചനം തന്ന വചനം 43:2 സമുദ്രത്തിലൂടെ കടന്നു പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ വചനം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്ത് ഇതായാലും മുട്ടയിൽ നടക്കാം എന്നതിന് തീരുമാനിച്ചു. അത് മുട്ടയിൽ നടന്നു
ഹോസ്പിറ്റലും. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ശരിക്കും ഒരു പെട്ടെന്നൊരു സ്പിരിറ്റ് വരികയാണ്. ചേച്ചിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ചേച്ചി മേളിലേക്ക് കൈകളെ ഇറത്തി ആ കുരിശിലേക്ക് നോക്കിയിട്ട് എൻ്റെ അപ്പ നിൻ്റെ 2 കരം നീട്ടി എന്നെ ഞങ്ങൾ പിടിച്ച് എന്നെ അവിടെ എത്തിച്ചേക്കണേന്ന് പറയും. അപ്പോൾ ശരിക്കും അതൊരു ഇത് കയറി ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും 2 കൈയും അങ്ങ് മേളിലേക്ക് ഉയർത്തിയിട്ട് ഏതായാലും എനിക്ക് എൻ്റേതായ ആശയങ്ങൾക്കല്ലെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അതിന് ഏറ്റവും അധികമായിട്ട് നന്ദി പറയുന്നു. ജപമാല പ്രാർത്ഥനയിൽ ചെറിയ അസ്വസ്ഥതകൾ കൊച്ചുങ്ങൾക്കുണ്ടായി. അത് കാരണം കൊണ്ട് അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും എല്ലാം പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. അതുപോലെ വിശുദ്ധ ബലി, ഇതുപോലൊരു ബലി അടുത്തെങ്ങും ശരിക്കും കൂടാൻ പറ്റിയിട്ടില്ല. കാരണം അച്ഛൻ ഒരു തീപ്പന്തം പോലെ ഓരോ വചനവും ഓരോ കാര്യം പറഞ്ഞത് നമ്മളെ ശരിക്കും തുളച്ച് കയറായിരുന്നു. ശരിക്കും കരഞ്ഞുകൊണ്ട് ചങ്കുപൊട്ടി തന്നെ ഒരു ബലി അർപ്പിച്ചു. ഒരു കാര്യം മാത്രമേ അപേക്ഷിച്ചുള്ളൂ, കർത്താവേ നിന്നെ കൊടുക്കുകയാണെന്ന് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെന്ന് ഞാനും മാത്രം എനിക്ക് തന്നാൽ മതി. അതിന് എനിക്കൊരു കൃപ തന്നെ എന്ന് മാത്രം, ഞങ്ങളുടെ കുടുംബത്തിനും ഒരു കൃപ തന്നെ എന്ന് മാത്രം, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ തിരിച്ചുള്ള യാത്രയിലെ ക്വിസ് മത്സരം ഏറ്റവും ഭംഗിയായിട്ട് രസകരമായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് അത് നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു സ്പിരിറ്റോട് കൂടി എല്ലാവരും അതെടുത്ത് അത് ചെയ്യാൻ സാധിച്ചതിന് അതിന് നന്ദി പറയുന്നു. പിന്നെ ഭക്ഷണം ഞങ്ങൾ 2 നേരം കഴിച്ചുകൊണ്ട് വന്നാൽ ഏറ്റവും നന്നായിട്ട് ആ മീൻകറി ശരിക്കും ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, എല്ലാം നന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ വെള്ളിയാഴ്ച എല്ലാവരും പറഞ്ഞു കൊച്ചുങ്ങൾ ഇത്രയും വചനമൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിൽ വെള്ളിയാഴ്ചത്തെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ശക്തിയും ആ പ്രാർത്ഥനയും മാത്രമാണ്. ഞങ്ങൾ ഫാസ്റ്റിങ്ങോടുകൂടി വൈകിട്ട് 6 വരെ 6:30 പ്രയർ തുടങ്ങും. 8:30 9 മണിയാവും ചിലപ്പോൾ തീരുമ്പോൾ, ചിലപ്പോൾ 9:30 ആവും. അപ്പോൾ ആ ഒരു ജപമാല പ്രാർത്ഥന അപ്പൻ്റെ ടോക്കും കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സ്പിരിറ്റാണ്. ആ ഒരു ഇതിലൂടെയാണ് കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഒരു അഭിഷേകം ഇത്രയധികമായിട്ട് നൽകുക. അപ്പോൾ എല്ലാവരും ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സാധിക്കുന്നവരൊക്കെ പങ്കുചേർന്ന് അത് നല്ലൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഈ കൂടാചരത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നന്മകൾ മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എന്നിട്ട് എനിക്ക് നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൊക്കെ നല്ലോണം സംബന്ധിക്കാനായിട്ട് പറ്റി. ആദ്യത്തെ 8-9 സ്ഥലം വരെ നന്നായിട്ട് നടക്കാൻ പറ്റി. പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൻ്റെ മുട്ട് ഭയങ്കരമായിട്ട് വേദനെടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റിലോട്ട് വന്നു. പക്ഷെ എന്നാലും പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു 14 സ്ഥലം വരെ എന്തൊക്കെയായാലും എനിക്ക് മുട്ടുകുത്തിയേ പറ്റുമെന്ന് പ്രാർത്ഥിച്ച് തന്നെ മുന്നേറി. അങ്ങനെ 14 സ്ഥലം മുട്ടുകുത്താൻ പറ്റി. അതുപോലെ മാതാക്കുളത്തിൻ്റെ അടുത്ത് വരെ മുട്ടുകുത്താൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനയൊക്കെ നല്ല അനുഭവമായിരുന്നു. പിന്നെ ആങ്കളുടെയും എല്ലാവരുടെയും ടോക്കുകളൊക്കെ നല്ല അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ യാക്കോബൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുർബാനകളൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് കുർബാന ഉള്ളൂ. അപ്പോൾ അതിനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ നാളുകളായിട്ട് എല്ലാ ദിവസവും കുടുംബമായിട്ട് പോയി ബലി അർപ്പിക്കാനും ഈശോയെ സ്വീകരിക്കാനും സാധിക്കുന്നുണ്ട്. അതിനൊക്കെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഭക്ഷണമൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ഗ്യൂസിലൊക്കെ നല്ലോണം സംബന്ധിക്കാനും 7 വചനം പഠിച്ച് പറയാനൊക്കെ സാധിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോയെ നന്ദി. കൂട്ടായ്മയിലെ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് നല്ല അനുഭവമായിരുന്നു. പിന്നെ കുരിശിൻ്റെ വഴിയിലൊക്കെ നന്നായിട്ട് സംബന്ധിക്കാൻ പറ്റി. പിന്നെ 7 വചനം ഞാൻ കറക്റ്റായിട്ട് പഠിച്ചില്ലായിരുന്നു. ഓരോ വചനം എനിക്ക് ഇത്തിരി പാടായിട്ട് വന്നു. അതൊക്കെ ഞാൻ ബസ്സിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അത് നന്നായിട്ട് പറയാൻ പറ്റി. പിന്നെ ഇതൊക്കെ നല്ലതായിരുന്നു. സാക്ഷി കേട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? പക്ഷേ ഒരു പരാതി, നമ്മുടെ അഭിഷേക പ്രാർത്ഥനയെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ കുറേ പേരൊക്കെ ഇങ്ങനെ നിർജീവമായിട്ടായിരുന്നു ഇരുന്നത്. എന്തോ കാഴ്ച കാണാൻ നിൽക്കുന്ന പോലെ അനുഭവപ്പെട്ടു. എനിക്ക് അനുഭവപ്പെട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ പേർക്കൊക്കെ നല്ല അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഒരു നല്ലൊരു അനുഭവം കിട്ടി. ഒരു പ്രത്യേക ഒരു എനർജി വന്ന പോലെ എനിക്ക് തോന്നി.
നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ മറന്നുപോയതായിരിക്കാം. അപ്പോൾ സാക്ഷ്യത്തിലൊക്കെ അത് ഉൾപ്പെടുത്തണം. ശരിക്കും പറഞ്ഞാൽ അത് പ്രാർത്ഥിച്ച് അത് ബോധ്യം കിട്ടിയതുകൊണ്ടാണ്, ജനറൽ പ്രത്യേകമായി ബോധ്യം കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അതൊരു വലിയ അഭിഷേകവും അതുപോലെ തന്നെ ഈ പലപ്പോഴും ക്ഷമിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥകളിലൊക്കെ ക്ഷമിക്കുവാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ, അതായത് ഈ അഭിഷേക പ്രാർത്ഥനയോട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കത് ഓർമ്മയുണ്ടാവില്ല. ഇതിങ്ങനെ ഈ കഴുകുന്തോറും തെളിഞ്ഞു വരുന്നത് പോലെ ഓരോ അഭിഷേക പ്രാർത്ഥനയിൽ ഇങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ ഓരോരുത്തരെ കുറിച്ച്, നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചോ ആരെങ്കിലോടുള്ള വെറുപ്പുണ്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തൊരു പെട്ടെന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. ഓരോ പ്രാവശ്യവും ആരെങ്കിലുമൊക്കെ കിട്ടും അവരെ ക്ഷമിക്കുവാനും, അതായത് പൂർണ്ണമായിട്ട് നമുക്ക് ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഇപ്പം ഇത്രയും നാളായി അഭിഷേക പ്രാർത്ഥന തുടങ്ങിയിട്ട്, പക്ഷെ എല്ലാ പ്രാവശ്യവും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന് ഇതുപോലെ എല്ലാവർക്കും അതുപോലെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വലിയൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ, ശരിക്കും ആ വിശുദ്ധ ബലി അർപ്പിക്കണമെങ്കിൽ നമുക്ക് അവർക്ക് നമ്മോട്, അതാണ് ഇന്നത്, നമുക്ക് അവരോടല്ല, അവർക്ക് നമ്മോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അവർ നീങ്ങും. അപ്പോൾ നമ്മളുടെ അനുദിന ജീവിതത്തിലെ നമ്മളെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരം, നമ്മളുടെ മറ്റു ചിന്തകളെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ, ഒരു വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തരോട് വേണ്ടി പ്രാർത്ഥിച്ച് അനുദപിച്ച് വിശുദ്ധബലി അർപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിന്റെ വഴിയിൽ ഈ തവണ ഞാൻ ഒത്തിരിയേറെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു. കുറേ ചെല്ലുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും. പക്ഷേ 14 സ്ഥലം വരെ മുട്ടുകുത്തി പോയി. പക്ഷെ 14 സ്ഥലം തൊട്ട്, അതായത് ആ പാറയിലൂടെ നടക്കാൻ ചെന്നപ്പോൾ കാല് വെച്ച വഴി ഇങ്ങനെ പൊള്ളുന്നൊരു അവസ്ഥയാണ്, വേറെ വെക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു, കർത്താവേ നീ അനുഭവിച്ച വേദനയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ, എന്തായാലും പൊട്ടിയാലും വേണ്ട, എന്തായാലും ശരി ഞാൻ മുട്ടുകുത്തി തന്നെ പോകുമെന്ന് വിചാരിച്ചു, ഉറപ്പിച്ചു, നിയമങ്ങളൊക്കെ സമർപ്പിച്ചു. പിന്നെ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് പോയെന്ന്. വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി ഞാനാണ് ആദ്യം ചെന്നത്. എനിക്ക് സംശയമുണ്ട്. സാധാരണ എല്ലാ പ്രാവശ്യം ഏറ്റവും അവസാനം ചെല്ലാറ്, പക്ഷേ ഈ പ്രാവശ്യം വളരെ ഫാസ്റ്റായിട്ട് ചെന്നു. അത് ദൈവത്തിൻ്റെ, അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 14 സ്ഥലം വരെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടില്ല. ഇത്രയും കാലം ഞാൻ ഈ കൂട്ടായ്മയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരിക്കലും. പക്ഷേ അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പാറയിൽ സാധ്യമാവില്ല എന്നൊരു ചെറിയ തോന്നലുണ്ടായെങ്കിൽ തന്നെ ആയാലും എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു വലിയൊരു എനർജി, ദൈവത്തിൻ്റെ കൃപ അത് ഒഴുകിയതുകൊണ്ട് എനിക്ക് വളരെ ശാന്തമായിട്ട് നല്ല സ്പീഡിൽ തന്നെ പോകാൻ സാധിച്ചു. ഇത്ര സ്പീഡിൽ ഞാൻ പോയിട്ടൊന്നുമില്ല, ഒരിക്കലും പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊരു ചെറിയ തോന്നലുകൾ, അതുപോലെ കിട്ടിയെങ്കിൽ തന്നെ അത് പറയാനൊരു മടി, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ ആണോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദാനിയേലിന്റെ പുസ്തകത്തിലെ അവസാനത്തെ ഭാഗത്തൊരു കാര്യമുണ്ട്. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇടുന്നുണ്ട്. സിംഹക്കുഴിയിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആ സിംഹത്തിന് ദിവസം 7 സിംഹങ്ങളാണ് ഉള്ളത്. ദിവസം 2 ശരീരങ്ങളും, മനുഷ്യ ശരീരങ്ങളും 6ഓളം ആടുകളെയാണ് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നത്, തിന്നാൻ കൊടുത്തുകൊണ്ടിരുന്നത് ആ സിംഹങ്ങൾക്ക്. ദാനിയേലിനെ ഇടുവാൻ വേണ്ടിയിട്ട്, അതായത് ദാനിയേൽ അവരെ ആളത്തെ എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ നശിപ്പിച്ച ദേഷ്യം വെച്ച് ദാനിയേലിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ നാളുകളായിട്ട് സിംഹത്തിന് തീറ്റ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ രാജാവ് നിർബന്ധിതനായി ദാനിയേലിനെ സിംഹക്കുഴിയിലിടാനായിട്ട്. അങ്ങനെ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. സിംഹക്കുഴിയിൽ വീണ ദാനിയേലിനെ ആ 7 സിംഹങ്ങളും ഒന്നും ചെയ്തില്ല. 6 ദിവസത്തോളമായി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കൂക്ക് പ്രവാചകനെ, അദ്ദേഹം ഭക്ഷണവുമായിട്ട് വയലിലേക്ക് പോകുമായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പോയി ബാബിലോണിലുള്ള ദാനിയേലിന് ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു,
ഞാൻ ദാനിയേലിനെ അറിയില്ല, ബാബിലോണും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം? ബൈബിൾ വചനം തന്നെ പറയുന്നു, അവന്റെ മുടിക്കുത്തനെ പിടിച്ച് നിമിഷ നേരത്തിനുള്ളിൽ ദാനിയേലിന്റെ സിംഹക്കുഴിയുടെ വാതിക്കലെത്തിച്ചു. വാതിക്കലെത്തിയ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, ദാനിയേലെ എന്ന് വിളിച്ച് ആ ഭക്ഷണം ഇട്ടു കൊടുക്കുക. ദാനിയേല് ആ ഭക്ഷണം കഴിച്ചിട്ട് കർത്താവിനോട് നന്ദി പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണം, 7 സിംഹങ്ങള്, പട്ടിണി കിടക്കുന്ന സിംഹം ദാനിയേലെ തൊട്ടിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ ഭക്ഷണം വിശന്നിരുന്നപ്പോൾ ഭക്ഷണം കൊടുത്തതിന് മാത്രമാണ് ദാനിയേൽ പറഞ്ഞത്. ഇത് പലപ്പോഴും നമ്മളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഈ അവസ്ഥയിൽ നാം ഇവിടെ ആയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാലാണ്. അതിന് നന്ദി പറയാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് നന്ദി പറയുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ. ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പലരും പല അസ്വസ്ഥതയുള്ള മക്കളുണ്ട്. വണ്ടിയിൽ കയറിയാൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ഇതിൽ അസ്വസ്ഥതയുള്ളവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, അതുപോലെ അധികം നേരം ഇരിക്കാൻ സാധിക്കാത്തവരുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെ ശാന്തമായിട്ട് പോരുമ്പോൾ അതിന് നന്ദി പറയുവാനായിട്ട് പലർക്കും മടി കാണിക്കുന്ന ഒരവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അത് എണ്ണി നാം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഇനിയിപ്പോൾ നന്ദി പറയാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് കടന്നു നന്ദി പറയാം. അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ അത് ലഭിക്കാത്തതല്ല, നാം തിരിച്ചറിയാത്തതാണ്. നമ്മളുടെ കഴിവ് കൊണ്ടാണ്, നമ്മളുടെ ശക്തി കൊണ്ടാണ് ഇത് നേടി എന്നുള്ള നമ്മുടെ അഹങ്കാരമാണ്. അതായത് ഞാൻ എന്ന ഭാവം ആണ് നമ്മൾ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. അത് ആ വ്യക്തിയുടെ കുഴപ്പമല്ല, അവർ പ്രവർത്തിക്കുന്ന ശക്തിയുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനത് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടി നന്ദി പറയുവാൻ നാം പലപ്പോഴും തയ്യാറാകും. വിളിച്ചു പറയുവാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആ ഒരു ബന്ധനമാണ്, ആ കെട്ടാണ് പലപ്പോഴും നമ്മെ ഇതിൽ നിന്ന് പിന്തിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറയാൻ ഈ നാവിന്റെ കെട്ടഴിയണമെങ്കിൽ ജോയർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാവിന്റെ കെട്ടഴിയണമെങ്കിൽ ശക്തമായി സ്തുതിക്കണം. സ്തുതിച്ചാൽ തന്നെ പോകും. ഞാനൊന്നും കൈ ഉയർത്താനോ ഒരു വാക്ക് പറയാനോ സ്തുതിക്കുവാനോ ഒന്ന് യാക്കോബായ സഭയിൽപ്പെട്ട ആളുകൾക്ക് സ്തുതിപ്പൊക്കെ വളരെ പുറകോട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ വളരെ പുറകോട്ടാണ്. ഇപ്പൊ ശക്തമായിട്ടൊക്കെ സ്തുതിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് സ്തുതിച്ച് തന്നെയാണ് കെട്ട് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പോലെ ഒരു വ്യക്തിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഖത്തറിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങളുടെ റൂമോ ഇട്ടിട്ട് ഞാൻ എന്നും പ്രയറിന് പോവും. തിങ്കളാഴ്ച ദിവസവും ഞങ്ങളുടെ കൂട്ടായ്മയുണ്ട്, കാത്തലിക് കൂട്ടായ്മയാണ് വരുന്നത്, സീറോ മലബാറിൽ നിന്നാണ് വരുന്നത്, ആളുകൾ വരുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു കൊച്ചിയിലുള്ള ഒരു വ്യക്തിയുണ്ട്, ആൻ്റണി എന്നാണ് പേര്, ആൻ്റണി ചേട്ടൻ. അപ്പോൾ ഞാൻ എന്നും പോരുമ്പോൾ പുള്ളി മിക്കവാറും അവിടെ സിഗരറ്റ് വലിച്ചെടുക്കണ്ടാവും. ഞാൻ പറയും, ആൻ്റണി ചേട്ടാ കൂട്ടായ്മയ്ക്ക് പോവല്ലേ? ഞാൻ എന്നും പറഞ്ഞ് പുള്ളിക്ക് മടുപ്പായി. പിന്നെ വെള്ളിയാഴ്ച ഒക്കെ പള്ളി പോകുന്നുണ്ട്, പള്ളി പോകുന്നൊരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച പോകുമ്പോഴും പുള്ളിനെ വിളിക്കും, ആൻ്റണി ചേട്ടാ നിങ്ങൾക്ക് പള്ളി പോവല്ലേ? പുള്ളി കുറേ ദിവസം കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ക്ഷമ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ബിജു നിനക്കറിയാമോ, ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് ഈ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാത്തത്. എനിക്ക് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ വിദേശത്തായിട്ട് തോന്നുന്നു, ശരി കുഴപ്പമില്ല. എന്നാലും ഞാൻ പോകുമ്പോഴൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു ആ വ്യക്തി നാട്ടിൽ പോയപ്പോൾ ചെറിയ ബ്ലോക്ക് വന്നു, ഇങ്ങനെ ബൈപ്പാസ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് വിജു പറഞ്ഞു ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിയിലൊക്കെ പോകണം, പള്ളിയിലൊക്കെ പോകാറുണ്ട്. പോയി തുടങ്ങി.
അതായത് നമുക്ക് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾ നാം പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചിട്ടല്ല. നമ്മൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് ഒരു വചനം ഇത് പറയുന്നുണ്ട്, ഒരു ഉപമ പറയുന്നുണ്ട്. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അതായത് ഒരു അത്യവർഷത്തില് കൃഷിക്കാരനോട് പറയുന്നുണ്ട്, ഇത് ഇത്രയും കാലമായിട്ട് ഫലം നൽകുന്നില്ലല്ലോ, അതിന് വെട്ടിക്കളഞ്ഞുകൂടെ, എന്തിനാ സ്ഥലം പാഴാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഒരു വർഷം കൂടി നമുക്ക് നോക്കാം, ഫലം നൽകിയാലോ. ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു കാര്യമാണ് നമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ, നാം പ്രവർത്തിക്കാതെ തന്നെ നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പല അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷമെങ്കിലും ഫലം പുറപ്പെടുവിക്കുമെന്നുള്ള ആ പ്രതീക്ഷയിൽ ദൈവം നൽകുന്ന കരുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ആ അനുഗ്രഹത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, ആ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്കിപ്പോൾ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുക എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ നന്ദി പറയുക, സാക്ഷ്യം പറയുക, കർത്താവിന് സാക്ഷ്യമായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. പക്ഷേ അനുകൂലമായാലും പ്രതികൂലമായാലും, ദൈവം പലപ്പോഴും പറയുന്ന ഒരു കാര്യം അത്, അനുകൂലമായാലും പ്രതികൂലമായാലും കർത്താവിനെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറച്ചുകൂടി ശക്തിപ്പെടുവാനായിട്ട്. പല സാഹചര്യങ്ങളും പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ പറയുന്നുണ്ട്, കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട് പറയുവാനും. പലപ്പോഴും ഇപ്പം പറയുമ്പോൾ പല പരിഹാസങ്ങൾ കേൾക്കുന്നുണ്ട്, പലരും പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അല്ല, അനുഗ്രഹമാണ്. നമ്മൾ പലപ്പോഴും ഇത് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ ലോകത്തെ എന്ത് കാര്യം പറഞ്ഞാലും ആൾക്കൊരു പരാതിയില്ല. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തെ എല്ലാ പക്ഷികൾക്കും ചലിക്കാം, മരംകൊത്തിക്ക് ചലിക്കാൻ പാടില്ല എന്ന് പറയുക. ബാക്കി ലോകത്തെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഏത് വഴിയും എന്തും പറയുന്നതിന് ആർക്കും ഒരു പരാതിയില്ല, ഒരു പ്രശ്നമില്ല. കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയും, അവൻ വലിയ പ്രാർത്ഥനാക്കാരനാണ്, അവൻ വലിയ പ്രാർത്ഥനാക്കാരനാണ്. മദ്യക്കുപ്പി പിടിച്ചുകൊണ്ട് പരസ്യമായിട്ട് റോഡിലൂടെ പോകുമ്പോഴും അവനെ ആളുകൾ അഭിമാനത്തോടെ നോക്കും. അതുപോലെ പല ആവാസനങ്ങൾ കാണിക്കുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് പറയുവാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു ബൈബിൾ പിടിച്ചുകൊണ്ട് നാം ഒരു സ്ഥലത്തേക്ക് പോയാൽ പലപ്പോഴും പരിഹസിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലൊക്കെ കുറച്ച് കൂടുതൽ പരിഹാസമുണ്ട്. അത് പറയേണ്ടത്, എനിക്ക് മറ്റൊരു സഭയെക്കുറിച്ച് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ സഭയിൽ കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ ആ ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം പിടിച്ചുകൊണ്ട് നമുക്ക് പോകുവാൻ, ധൈര്യമായിട്ട് പോകുവാൻ, പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാക്ഷ്യമായിട്ട് തീരും. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടായ്മ വളരണം. പല സാഹചര്യങ്ങൾ വളരുവാൻ അനുകൂലമല്ലെങ്കിലും പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ശക്തമായി വളരുവാൻ സാധിക്കും. അതുപോലെ ഓരോ വ്യക്തികളോടും ഞാൻ കുറച്ച് പേരോടൊക്കെ വേളാങ്കണ്ണിയിൽ പോകാനൊക്കെ പറഞ്ഞത്, എല്ലാവരും ലാസ്റ്റ് സെക്കൻഡ് വരെ വരാമെന്ന് പറയും, അവസാനം സ്കിപ്പാവും. അങ്ങനെ കുറച്ച് പേര് അങ്ങനെ സ്കിപ്പായി പോയിട്ട് അവസാനം നേർച്ചയിടാനായിട്ട് പൈസ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഒരുപാട്. വരാമെന്ന് പറഞ്ഞ പാർട്ടിയാണ് നേർച്ചയിടോട്ടോ എന്ന് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്തേക്കാറുണ്ട്. അപ്പോൾ അതുവരെ നടന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് വരാനായിട്ട് പലപ്പോഴും മടിയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ വളരണം. കൂട്ടായ്മ വളരുന്നതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുക. പല തടസ്സങ്ങളുണ്ടാവും, സാത്താൻ പിടിച്ചു വലിക്കും. പക്ഷേ അതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ ദേശേജി പറഞ്ഞ പോലെ ആ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക. ദൈവ തിരുനാമം മാത്രം പ്രമോട്ടമുണ്ട്. പ്രൈസ് ലോർഡ്.